സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ എൻ്റെ ഈ ലാപ്ടോപ്പിലാണെങ്കിൽ ഈ സാധനം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ വിഷയം. അതാണ് ഈ ഫോണിൽ എടുക്കേണ്ട ബുദ്ധിമുട്ട്. ഫോണിൽ നമ്മൾ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ സ്ലൈഡ് നമ്മൾ ലാപ്പിലുള്ള പോലെയുള്ള സ്ലൈഡ് ഈ ഫോണിലേക്ക് വരുന്നത്. കുറേ പണി എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഓക്കെ, സർ റിച്ചാർഡ് സ്റ്റീൽ അല്ലേ. റിച്ചാർഡ് സ്റ്റീൽ വാസ് ഫേമസ് ഫോർ വാട്ട്? ഹിസ് പീരിയോഡിക്കൽസ് അല്ലേ. പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനത്തിലാണ് എന്ത് റിച്ചാർഡ് സ്റ്റീലും ആൻഡ് ജോസഫ് എഡിസണും ഇവർ രണ്ടുപേരും കണ്ടംപററി റൈറ്റേഴ്സാണ്. ഇവർ രണ്ടുപേരും ഫേമസ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അയാളെക്കുറിച്ച് കുറച്ചൊരു ഓട്ടോമാറ്റിക് കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്തതിനേക്കാളും അയാളെക്കുറിച്ച് കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടും, കുറച്ച് നമ്മൾ എവിടെയും കിട്ടും. ടെക്സ്റ്റ് നിങ്ങൾ നല്ലോണം വായിക്കണം. ടെക്സ്റ്റ് വായിച്ച് അത് നോട്ട്സ് ഉണ്ടാക്കുക. അത് കൈയിട്ട് ചെയ്യേണ്ട സാധനം അതാണ് കേട്ടോ. അല്ലാണ്ട് ഇയാളെക്കുറിച്ച് കുറേ അവിടെ നിന്ന് ഇവിടുന്ന് കുറേ വാരി വലിച്ച് കണ്ടെത്തേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾക്ക് എന്താ വേണമെന്ന് നമുക്ക് ടെക്സ്റ്റ് വായിച്ച് ടെക്സ്റ്റ് ഒന്ന് നോട്ട്സ് ഉണ്ടാക്കുക എന്നതാണ്. ഓക്കെ, ഹി വാസ് ബോൺ ഇൻ 1671. എല്ലാവരുടെയും ബർത്ത് ഡേറ്റ് ഓർത്ത് വെക്കണേ. അതെന്താ ചെയ്യണം, ഞാൻ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. ആ നോട്ട് പാഡിൽ എന്ത് ചെയ്യും, ഓരോ റൈറ്റേഴ്സിനെ എഴുതിച്ചിട്ടുണ്ടാവും ഞാൻ. റൈറ്റേഴ്സിന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഫസ്റ്റ് അയാളുടെ ബർത്ത് ഡേറ്റ്, ഡെത്ത് ഡേറ്റ്, പിന്നെ അയാൾക്ക് എന്തെങ്കിലും മരണ കാരണങ്ങൾ ഇപ്പോൾ ഹൗ ജോൺ കിഡ്സ് ഡൈഡ്. ജോൺ കിഡ്സ് എങ്ങനെ മരിച്ചത്? ഡ്രൗണിങ് PB ഷെല്ലിയാണ്. ട്യൂബർകുലോസിസ് ആണ് ജോൺ കിഡ്സ് കാരണം. ഡ്രൗണിങ്ങിന് മരിച്ചതാരാണ്? PB ഷെല്ലിയാണ്. ഷെല്ലിയാണ് ഡ്രൗണിങ്ങിലൂടെ മരിച്ചത്. അങ്ങനെ ഡെത്തിൻ്റെ റീസൺ എന്തെങ്കിലും ഉണ്ടോ അത് അടുത്ത് എഴുതിയേക്കും. പിന്നെ അങ്ങനെ എന്തെങ്കിലും സിഡോണിം ഉണ്ടോ അത് അടുത്ത് എഴുതിയേക്കും. പിന്നെ അയാളെക്കുറിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ നമുക്ക്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നമ്മൾക്കൊന്ന് ഓർത്ത് വെക്കാൻ നല്ല ഓർമ്മ നിൽക്കുന്ന സാധനങ്ങൾ അത് മാത്രം എഴുതി വെക്കും. എന്നിട്ട് അത് ഓൾമോസ്റ്റ് നമുക്ക് ആകെ വായിക്കാൻ വേണ്ടി ഒരു ഹാഫ് ആൻ അവർ നമുക്ക് വേണ്ടി വരുള്ളൂ. മാക്സിമം ഹാഫ് ആൻ അവർ നമുക്ക് ആവശ്യമുള്ളത് വായിക്കാൻ. അതിപ്പോൾ വായിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് എക്സാമിന് ഒരു 6-7 മാസം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യുക, അത് ഡെയിലി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ഓർമ്മ ഇങ്ങനെ കുറച്ചും കൂടെ നിൽക്കും കേട്ടോ. അപ്പോൾ ബർത്ത് ഡേറ്റ്, ഡെത്ത് ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സിഡോണിമ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ അതിൻ്റെ ഇയറുകളൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഹി വാസ് ബോൺ ഇൻ 1671 ഇൻ അയർലൻഡ്. ഹി വാസ് എൻ ഐറിഷ് പോയിറ്റ് ആണ്, മറന്നു പോയത് കേട്ടോ. ഹി വാസ് ബോൺ ഇൻ ഡബ്ലിൻ, അയർലൻഡിലാണ് ഇയാൾ ജനിച്ചിട്ടുള്ളത്. പാരൻസ് ആരൊക്കെയായിരുന്നു? റിച്ചാർഡ് സ്റ്റീലും, ഇയാൾ അച്ഛൻ്റെ പേര് തന്നെയാണ് ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത്, റിച്ചാർഡ് സ്റ്റീൽ, എ വെൽത്തി അറ്റോർണി, ആൻഡ് എലിനോർ സിംസ് ആണ് ഇതിൻ്റെ അമ്മ കേട്ടോ. രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട. അടുത്തത് ഓർഫൻഡ്, ബിക്കോസ് when he was a child, his father died when Steele was 4, mother died a year later. 4 വയസ്സുള്ള സമയത്ത് ആര് മരിച്ചു? അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആര് മരിച്ചു? അമ്മയും മരിച്ചു അല്ലേ. ഗാർഡിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഗാർഡിയൻ ആരായിരുന്നു? ഹെൻറി ഗാസ്കോയിക് എന്ന് പറഞ്ഞ ആളായിരുന്നു ഇവനെ പിന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൺട്ട് ലേഡി കാതറിൻ മൈൽമേ. ഇവർ രണ്ടുപേരും ഇവനെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഹെൻറി ഗാസ്കോയിക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ പഠിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലല്ല HSC ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതല്ല, പക്ഷേ MCQ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊന്ന് ഓർമ്മയിലുണ്ടായിക്കോട്ടെ. പിന്നെ മെമ്പർഷിപ്പ് ആൻഡ് അസോസിയേഷൻസ്. ഹി വാസ് എ മെമ്പർ ഇൻ കിറ്റ് കാറ്റ് ക്ലബ് ആൻഡ് ബിഗ് കിറ്റ് കാറ്റ് ക്ലബ്. ബിഗ് കിറ്റ് ക്ലബ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ക്ലബ് സൗണ്ടാ എല്ലാവർക്കും വിഷയമുണ്ടോ? സൗണ്ട് ക്ലിയർ ആവാത്തത് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ പറയും, ടൈം കളയരുത് നമ്മളെ. ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പം ശരിയായി. ഓക്കെ, സൗണ്ട് ക്ലിയർ ആവുന്നതിന് പറയണം കേട്ടോ. ഓക്കെ, ആൻഡ് ഹി വാസ് എ മെമ്പർ ഇൻ വിഗ് കിറ്റ് കാറ്റ് ക്ലബ്ബ്. കിറ്റ് കാറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബിൽ മെമ്പറായിരുന്നു. ഇറ്റ് വാസ് എ ഹബ് ഫോർ ബിഗ് ഇൻ്റലക്ച്വൽ. ബിഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു ഹബ്ബായിരുന്നു അത്. ഹി വാസ് എ മെമ്പർ ഇൻ ദാറ്റ് ക്ലബ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, മറന്നു പോകണ്ട. പിന്നെ ഇയാളുടെ കുറച്ച് വർക്കുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്ത്യൻ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക്. അതുപോലെ എല്ലാ പോയിറ്റ് എല്ലാ റൈറ്റേഴ്സിൻ്റെയും ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾ ആ ഒരു നോട്ട് പാഡിൽ നോട്ട് ചെയ്ത കാര്യങ്ങളാണ്. എല്ലാവരും നോട്ട് പാഡ് കീപ്പ് ചെയ്യണേ എപ്പോഴും. ആ നോട്ട് പാഡിൽ 2 നോട്ട് പാഡ് കീപ്പ് ചെയ്യുക. ഒരെണ്ണം പോയിറ്റിനും ഒരെണ്ണം വർക്കുകൾക്കും. ആ പോയിറ്റിൻ്റെ കുറച്ച് എന്തൊക്കെയാണ് കറക്റ്റ് ഒരു ക്ലാസ്സിന് എടുത്തിട്ടുണ്ട്. ആ 2 നോട്ട് പാഡുകൾ കീപ്പ് ചെയ്യുന്ന സംഭവം എന്തൊക്കെയാണ് കറക്റ്റ് ഒരു നോട്ട്സ് ഞാൻ പിന്നെ ഒരു ക്ലാസ് ഞാൻ പിന്നെ പറഞ്ഞത്. ഇപ്പം പറയാൻ സമയമില്ല, അതെനിക്കൊന്ന് നോക്കണം. ഞാൻ എന്തൊക്കെയാണ് ചോദിച്ചാൽ കറക്റ്റ് നോക്കാം. എനിക്ക് നല്ലോണം ഇത് ചെയ്തിട്ടുണ്ട്, എന്നെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സാധനം, ആ നോട്ട്സുകളൊക്കെ.
ഒരു ചെറിയൊരു നോട്ട് പാഡ്, നോട്ട്ബുക്കൊന്നും വാങ്ങരുത്, ഒരു നോട്ട് പാഡ് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. നമ്മളെ ഈ നമ്മുടെ ബുക്ക് സ്റ്റോളൊക്കെ വാങ്ങാൻ കിട്ടും. നോട്ട് പാഡില്ലേ, നമ്മൾ ഈ ചെറിയൊരു എന്താ ഒരു ഇപ്പം ഒരു A4 ഷീറ്റ് 4 മടക്കൂല A4 ഷീറ്റ്, അത്ര വലിപ്പമേ പാടുള്ളൂ ഒരു നോട്ട് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ കയ്യിൽ ഒതുങ്ങണം, നമുക്ക് എവിടേക്കും പോകുന്ന സമയത്ത് എടുക്കാൻ വേണ്ട സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഹിസ് ഫസ്റ്റ് വർക്ക് ഈസ് ദ ക്രിസ്ത്യൻ ഹീറോ 1701 ഈ വർക്ക് വരുന്നത്. വെൻ ഹി വാസ് ബോൺ, നിങ്ങൾ ജനിച്ചതെന്നായിരുന്നു? പറയും 1671. വെരി ഗുഡ്. 1671 ജനിച്ചു. ഫസ്റ്റ് വർക്ക് പബ്ലിഷ് ഇൻ 1701 ഫസ്റ്റ് വർക്ക് വരുന്നത്. നെയിം വാസ് ക്രിസ്ത്യൻ ഹീറോ. സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? കോ ഫൗണ്ടഡ് ഓഫ് ദ സ്പെക്ടേറ്റർ മാഗസിൻ വിത്ത് ജോസഫ് അഡിസൺ. സ്പെക്ടേറ്ററും ടാറ്റ്ലറും ഇതാണ് അയാൾ മെയിൻ രണ്ട് ഇമ്പോർട്ടൻറ്റ് പീരിയോഡിക്കൽസ്. സ്പെക്ടേറ്ററും ടാറ്റ്ലറും എന്തായിരുന്നു? രണ്ടും ഒറ്റയ്ക്ക് ചെയ്തില്ല. കോൺട്രിബ്യൂഷൻ ഓഫ് കോ ഫൗണ്ടർ ഓഫ് സ്പെക്ടേറ്റർ മാഗസിൻ വിത്ത് ജോസഫ് അഡിസൺ. ജോസഫ് അഡിസണും റിച്ചാർഡ് സ്റ്റീലും കൂടി രണ്ടും എഴുതിയ വർക്കാണ് സ്പെക്ടേറ്ററും ടാറ്റ്ലറും കേട്ടോ, മറന്നു പോകരുത്. ദെൻ നെക്സ്റ്റ് വൺ കോൺട്രിബ്യൂട്ടഡ് ടു ഏർലി ഇംഗ്ലീഷ് പീരിയോഡിക്കൽസ് ആൻഡ് 18th century ലിറ്റററി കൾച്ചർ. നമ്മൾ പറഞ്ഞു ഹി വാസ് എ ഫൗണ്ടർ എന്നല്ല, ഹി വാസ് എ പയനിയർ ഓഫ് പീരിയോഡിക്കൽസ്. ദെൻ അടുത്ത ലിറ്റററി അച്ചീവ്മെൻറ്റ്സ് ദ ഫ്യൂണറൽ, ആൻഡ് ദാറ്റ് വർക്ക് ഓൾസോ കംസ് ഇൻ വിച്ച് ഇയർ 1701 ആ വർക്കും വരുന്നത്. കോമഡി ദാറ്റ് ഗെയിൻഡ് വൈഡ് സക്സസ്. ഇയാളുടെ നല്ലൊരു വിജയിച്ച നല്ലൊരു സക്സസ് ആയൊരു വർക്കാണ് എന്ത് ഈ ദ ഫ്യൂണറൽ എന്ന് പറയുന്നത്. പെർഫോംഡ് അറ്റ് Drury Lane Theatre, attracting the attention of the king and the Whig party. Okay, then the Lying Lover also, it was an example of sentimental comedy. The Lying Lover comes in 1703 and it was failed on the stage. ഒരു ഫെയിലിയർ ആയിരുന്നു ആ ഒരു വർക്ക് കേട്ടോ. നെക്സ്റ്റ് വൺ The Tender Husband, that comes in 1705, co-written with the contribution from Addison. അപ്പോൾ അഡിസണും റിച്ചാർഡ് സ്റ്റീലും എഴുതിയ ആ ഒരു ഒരുമിച്ച് കുറച്ച് വർക്കുകൾ ഓർത്ത് വെക്കണേ. ടെൻഡർ ഹസ്ബൻഡ് അങ്ങോട്ട് വർക്കാണ്, മറന്നു പോകണ്ട. ദെൻ ദ ടാറ്റ്ലറാണ് ഇവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് കംസ് ഇൻ 1709. 1709 ഈ സ്ഥലം വരുന്നത്. 1710 അവസാനമൊക്കെ ആയപ്പോഴേക്കും എന്തിട്ടുണ്ട് ഈ വർക്കിൻ്റെ പബ്ലിക്കേഷൻ നിർത്തി, പീരിയോഡിക്കൽസിൻ്റെ പബ്ലിക്കേഷൻ നിർത്തിയിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ ദാറ്റ് 1711 വരുന്ന ഏതാണ്? സ്പെക്ടേറ്ററാണ് കേട്ടോ. ദാറ്റ് ഓൾസോ ആരൊക്കെ എഴുതിയാണ്? കോ ഫൗണ്ടഡ് വിത്ത് അഡിസൺ ഫോളോയിങ് ദ ക്ലോഷർ ഓഫ് ടാറ്റ്ലർ. എന്താണ് ടാറ്റ്ലറിൻ്റെ ക്ലോഷർ കഴിഞ്ഞു, അടുത്തത് പീരിയോഡിക്കൽ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് വാസ് നെയിംഡ് ബൈ സ്പെക്ടേറ്റർ. ഈ ടാറ്റ്ലർ എന്ന് പറഞ്ഞതിൽ അതിൻ്റെ എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് നമ്പർ ഓഫ് എസ്സേസ് വരുന്നുണ്ട്. സ്റ്റീൽസ് ഫസ്റ്റ് പബ്ലിക് ജേർണൽ ലോഞ്ച്ഡ് ഓൺ 12th April 1709. 1709 ഈ വർക്ക് ലോഞ്ച് ചെയ്യുന്നത്. ഡേറ്റ് എന്നായിരുന്നു? ഏപ്രിൽ 1709, April 12. Published by under the pseudonym ഇസാക്ക് ബിക്കർസ്റ്റാഫ്. ഇസാക്ക് ബിക്കർസ്റ്റാഫ് എന്ന് പറയുന്ന ഒരു സിഡോണിം വെച്ചിട്ടാണ് ഇയാൾ വർക്ക് ചെയ്തത്. നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇസാക്ക് ബിക്കർസ്റ്റാഫ് എന്ന് വേറെ ആരാളുടെ സിഡോണിം? ആരുടെ സിഡോണിം ആർക്കും അറിയോ? ഇസാക്ക് ബിക്കർസ്റ്റാഫ് സിഡോണിം യൂസ്ഡ് ബൈ അനദർ റൈറ്റർ. അലക്സാണ്ടർ പോപ്പ് അല്ല. സ്വിഫ്റ്റും അല്ല. ഇത് നിങ്ങൾക്ക് ടാസ്ക്കാണ് കേട്ടോ. നാളെ വരുമ്പോൾ എന്ത് ചെയ്യണം? അതൊന്ന് കണ്ടെത്തിയിട്ട് വരണേ, മറന്നു പോകണ്ട. ഒരു മിനിറ്റ്. എഡിഷൻസ് 175 എസ്സേസ്. ഇതിൽ നമ്മുടെ ചില വർക്കുകളിൽ നമുക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ ടാറ്റ്ലർ എന്ന് പറയുന്ന ആ വർക്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എസ്സേസ് ആരെങ്കിലും നോട്ട്സ് കയ്യിലുണ്ടോ? ടോട്ടൽ നമ്പർ ഓഫ് എസ്സേസ് ആർക്കെങ്കിലും ഇത് 188 അല്ല ആർക്കും നമ്പർ ആയിരിക്കും കിട്ടിയിട്ടുണ്ടോ? കാരണം അല്ലല്ല 271 അല്ലല്ലോ, 188. ആ then Addison contributed 42 and 36 were collaborative works. Then total number എത്ര? ടോട്ടൽ 271 ആണ്. പക്ഷേ പല റാങ്ക് ഫയലുകളും പല റെക്കോർഡ്സും ഞങ്ങൾ 175 കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാൻ കാരണം പല നമ്പർ കാണാറുണ്ട് ഞാൻ. ഐ ഗോട്ട് ദിസ് ഇൻഫർമേഷൻ ഫ്രം വിക്കിപീഡിയ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഞാൻ ക്ലാസ്സിന് മുന്നേ വിക്കിപീഡിയ മൊത്തം അരിച്ച് കൊടുക്കും ഞാൻ.
കാരണം വിക്കിപീഡിയയാണ് ഒരു റൈറ്റർ ബയോഗ്രഫിക്കൽ ഇൻഫർമേഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടാനുള്ള വേറെ എവിടെ നിന്നും അതിലേറെ ഇൻഫർമേഷൻ എവിടെ നിന്നും കിട്ടില്ല. അതുകൊണ്ട് വിക്കിപീഡിയ എപ്പോഴും നോക്കി പോകുന്നത്. നമുക്കൊരു ഒരു സാർ മാണി സാറിന് സാറിന് നമുക്ക് നിങ്ങൾ പഠിപ്പിച്ച സാറാ ഒരു ഇതിനെ പഠിച്ച സാറാണ്. അപ്പോൾ അയാളെപ്പോഴും പറയുന്നത് നിങ്ങളൊരു റൈറ്ററെ കുറിച്ച് നോക്കണമെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് നല്ല സോഴ്സ് ഏതാണ്? ലിച്ചാർട്സോ അല്ലെങ്കിൽ സ്പാർക്ക് നോട്ട്സോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വിക്കിപീഡിയ, യു ഷുഡ് റെഫർ വിക്കിപീഡിയ. വിക്കിപീഡിയ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അയാളെക്കുറിച്ചുള്ള ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള സംഭവം ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. പക്ഷേ വിക്കിപീഡിയ ഒരുപാട് വായിക്കണം. നമുക്ക് ഒരു എസ് അവർ കൊടുത്തിട്ടുണ്ടാവും, അയാളെ ഏർലി ലൈഫ് ലേറ്റർ ലൈഫ് കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അതിന് എന്ത് ചെയ്യണം? പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്. ആ ടെക്സ്റ്റ് മൊത്തമായിട്ട് വായിക്കും, മൊത്തമായിട്ട് ഞാൻ വായിക്കും, എന്നിട്ട് അതിന് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് പോവുക ചെയ്യാം. ഓക്കെ, ഇത് പറയാനുള്ള കാരണം ഞാനിപ്പോൾ എയ്സ് റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എയ്സിലെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് എയ്സ്. അത് റാങ്ക് ഫയൽ നോക്കിയപ്പോൾ ഇൻ ദാറ്റ് റാങ്ക് ഫയൽ ദേ ഹാവ് ഗിവൺ ലൈക്ക് 175 essays ടോട്ടൽ. അപ്പോൾ അങ്ങനെയല്ല, നമ്പർ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ പബ്ലിഷ്ഡ് അണ്ടർ ദ സിഡോണിം ഇസാക്ക് ബിക്കർസ്റ്റാഫ് എന്ന് പറഞ്ഞ പേരിലാണ് ആര് ഈ വർക്ക് പബ്ലിഷ് ചെയ്തത്? ദ ടാറ്റ്ലർ എന്ന് പറയുന്ന ഈ വർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വർക്കൊന്നും ആ സിഡോണിമിലല്ല പബ്ലിഷ് ചെയ്തത്. കാരണം ഞാൻ ആരുടെ നോട്ടിൽ കണ്ടു അങ്ങനെ ഒരു പോയിൻറ്റ്. സിഡോണിം അയാളുടെ എല്ലാ സിഡോണിം അല്ല, അയാൾ ഉപയോഗിച്ച എല്ലാ വർക്കും ഉപയോഗിച്ച സിഡോണിം അല്ലത്. He used the pseudonym for entirely for this work, not for other works. Okay, അത് ഓർത്ത് വെക്കാം, മറന്നു പോകണ്ട. Then it appeared thrice weekly. അതായത് ഓർത്ത് വെക്കണം, ഈ ഡേയ്സ് കറക്റ്റ് ഓർത്ത് വെക്കണം കേട്ടോ, മറന്നു പോകരുത്. ഏതൊക്കെയാണ്? ട്യൂസ്ഡേയ്സ്, തേഴ്സ്ഡേയ്സ് ആൻഡ് സാറ്റർഡേയ്സ്. ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച. ക്ലിയർ അല്ലേ? ചൊവ്വ, വ്യാഴം, ശനി, ഈ 3 ദിവസം എന്തോ ഉണ്ടായിരുന്നത്? ഇയാളുടെ പീരിയോഡിക്കൽസ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ സ്റ്റീൽ റോട്ട് 188 essays. ഇമ്പോർട്ടൻ്റ്, മറന്നു പോകണ്ട. സ്റ്റീൽ എഴുതിയ എത്ര essays ആയിരുന്നു? 188 എണ്ണം. അഡിസൺ കോൺട്രിബ്യൂട്ടഡ് ഹൗ many 42 essays ആണ് അഡിസൺ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ബോത്ത് ആൻഡ് 36 വെർ കൊളാബറേറ്റീവ് വർക്ക്സ്. 36 എന്തായിരുന്നു? ഇവർ രണ്ടുപേരും എഴുതിയ വർക്കായിരുന്നു. ആ നമ്പേഴ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും മറന്നു പോകരുത്. ആ നമ്പേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ നോട്ട്സിലില്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ച് പോവാം, മറന്നു പോകണ്ട. ദെൻ ദ സ്പെക്ടേറ്റർ 1711 വരുന്ന വർക്കാണ്. കോ ഫൗണ്ടഡ് വിത്ത് അഡിസൺ ഫോളോയിങ് ദ ക്ലോഷർ ഓഫ് ദി ടാറ്റ്ലർ. ദെൻ ദ ഗാർഡിയൻ അനദർ കൊളാബറേറ്റീവ് എഫേർട്ട് വിത്ത് അഡിസൺ. ഇതൊക്കെ ഇയാളുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും അഡിസണുമായിട്ട് കോ ഫൗണ്ട് ചെയ്ത വർക്കാണ് കേട്ടോ. ദെൻ പേഴ്സണൽ ലൈഫ്, ഹി വാസ് മാരീഡ് ട്വൈസ് അല്ലേ? അന്നത്തെ ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാളെ ഫ്യൂണറൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത വിവാഹമാണ് അടുത്ത സ്റ്റെപ്പ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ മാരേജ് ടു മാർഗരറ്റ് സ്ട്രച്ചർ. എവിടെയും അത്ര ഒരു നമുക്ക് കാണാത്തൊരു പേരാണ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കണ്ടുള്ള ആരുടെ പേരാണ്? മേരി സ്കുർലോക്കിൻ്റെ പേര് നമ്മൾ കണ്ടുള്ളത്. ഹി കോൾഡ് ഹെർ ആസ് പ്രൂ എന്നാണ് ഇയാൾ വിളിച്ചത് കേട്ടോ, ഇയാളുടെ വൈഫിനെ. എ വിഡോ ഹു ഓൺഡ് എ ബാർബറോസ് സ്ലേവ് പ്ലാന്റേഷൻ വിച്ച് സ്റ്റീൽസ് ഇൻഹെറിറ്റഡ് ആഫ്റ്റർ ഹെർ ഡെത്ത് അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ മാരേജ് ടു മേരി സ്കുർലോക്ക് മെറ്റ് അർക്ക് മാർഗരറ്റ്സ് ഫ്യൂണറൽ. എവിടെ വെച്ചാൽ കാണുന്നത്? എവിടെ വെച്ചാൽ ഈ പെണ്ണ് കാണുന്നത്? രണ്ടാമത്തെ ഭാര്യ കാണുന്നത് വെച്ചിട്ടാ? ഫസ്റ്റ് ഭാര്യ മരിച്ച സമയത്താണ് രണ്ടാമത്തെ ഭാര്യനെ കാണുന്നത് അല്ലേ? അപ്പോൾ ഇയാൾ നല്ലൊരു ഭർത്താവെന്നർത്ഥം. ഫസ്റ്റ് ഭാര്യ മരിച്ചു, രണ്ടാമത്തെ ഭാര്യനെ അയാളെ ഫ്യൂണറലിനെ കണ്ടെത്തി. നിങ്ങൾ നോക്കണം അയാളുടെ പവർ എന്താണെന്നുള്ളത്. റോട്ട് ഓവർ 400 letters to her during their courtship and marriage. ഒരു 400 ലെറ്റർ എഴുതിയിട്ടുണ്ട് ഇവൾക്ക്. അന്ന് ലെറ്റർ ചെയ്തുള്ള പരിപാടിയാണല്ലോ, അന്ന് ഫോണില്ലല്ലോ. ദെൻ ഫാദർ ആൻഡ് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എലിസബത്ത് ഹൗസ്ലി ഹൂം ഹി ലേറ്റർ അഡോപ്റ്റഡ്. ഒരു കുട്ടി ജനിക്കുന്നുണ്ട്, ആ കുട്ടിയുടെ പേരുണ്ട് എലിസബത്ത് ഹൗസ്. ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്ത് വെക്കാമെന്ന് മാത്രം. ഇത് ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ നോക്കാം, അതോളൂ. ദെൻ പ്രിഫേസ് ടു അഡിസൺസ് ഡ്രമ്മർ. ഇതിൽ ഒരു വർക്കും കൂടി എഴുതിയിട്ടുണ്ട്, പ്രിഫേസും കൂടി എഴുതിയിട്ടുണ്ട്. ഇത് വാൻബ്രൂവിൻ്റെ വർക്കാണ്, ഇപ്പം വായിച്ചു തരാം. അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല ആ വർക്കിൻ്റെ പേര്. ഇങ്ങനെ അതല്ലെങ്കിൽ നോട്ട്സിൽ ആഡ് ചെയ്താൽ മതിയോ? സ്ലൈഡിൽ ആ സ്ഥലം വന്നിട്ടില്ല. റോഡ് ദ പ്രൊലോഗ് ടു ദ പ്ലേ ദ മിസ്റ്റേക്ക് ബൈ ജോൺ വാൻബ്രൂ. വാൻബ്രൂവിൻ്റെ ഒരു വർക്കുണ്ട്, ദ മിസ്റ്റേക്ക്. അതിനെന്തുണ്ട്? പ്രൊലോഗ് ചെയ്തിട്ടുണ്ട്. ആര്? നമ്മുടെ ഈ റിച്ചാർഡ് സ്റ്റീൽ കേട്ടോ. ആ പോയിന്റ് സ്ലൈഡിൽ വന്നിട്ടില്ല, അത് പക്ഷേ നോട്ട്സിലുണ്ടാവും കേട്ടോ. ആ പോയിന്റ് അത് നോട്ട് ചെയ്യണേ, മറന്നു പോകണ്ട. പിന്നെ പ്രിഫേസ് ടു അഡിസൺസ് ദ ഡ്രമ്മർ എന്ന് പറഞ്ഞാൽ അഡിസൻ്റെ
ഏത് അത് നോട്ട്സിലുണ്ടാവും. അത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ വർക്കുണ്ട് ജോൺ വാൻബ്രൂവിൻ്റെ, അതിന് പ്രൊലോഗ് ചെയ്തിട്ടുണ്ട് ആര്, നമ്മുടെ ഈ റിച്ചാർഡ് സ്റ്റീൽ കേട്ടോ. അത്രയേ ഉള്ളൂ. അത് നോട്ട്സിൽ ഉൾപ്പെടുത്താം ആ പോയിൻറ്റ്. അത് ഞാൻ മറന്നു പോയി ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതെപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ആ പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. പിന്നെ പ്രിഫേസ് ടു അഡിസൺസ് ദ ഡ്രമ്മറിന് പ്രിഫേസ് ചെയ്തിട്ടുണ്ട്. Steele wrote a preface to Addison's comedy play, The Drummer, in 1716. Then personal life and family death of his wife Mary, Steele's second wife. Mary died in 1718. At the time, they were considering separation. മേരി സുർലോക്ക് മരിക്കുന്നു, 1718 മരിക്കുന്നുണ്ട്. ദെൻ പാർലമെൻ്ററി കരിയർ, എൻഡ് ഓഫ് പാർലമെൻ്ററി കരിയർ, അയാൾ പാർലമെൻ്ററി അയാളെ മെമ്പർഷിപ്പ് എല്ലാം അയാൾ നിർത്തുന്നുണ്ട് 1722 ആയപ്പോഴേക്ക്. പിന്നെ വരുന്ന ലേറ്റർ വർക്ക് ആൻഡ് റിട്ടയർമെൻറ്റ്, അതായത് ഇയാൾ പാർലമെൻറ്റിൽ റിട്ടയർ ചെയ്ത സമയത്ത് ഇയാളായിരുന്നു കുറച്ച് വർക്കുണ്ട്. കോൺഷ്യസ് ലവേഴ്സ്. Steele wrote and directed this sentimental comedy which premiered in November 1722. It was a major hit on stage. കോൺഷ്യസ് ലവേഴ്സ് എന്തായിരുന്നു, സെൻറ്റിമെൻ്റൽ കോമഡിയാണ് കേട്ടോ, മറന്നു പോകണ്ടേ. റിട്ടയർമെൻറ്റ് ടു വെയിൽസ്. സ്റ്റീൽസ് retired to his second wife homeland in Wales in 1724 where he spent on the remaining years of his life. പിന്നെ സ്റ്റീൽ എന്ത് ചെയ്യുന്നു, ഒരു തൻ്റെ എല്ലാവരും റിട്ടയർ ചെയ്ത് വെയിൽസിലൊരു സ്ഥലത്ത് പോയിട്ട് ഒരു സ്ഥിരതാമസമാക്കുന്നുണ്ട്. അവിടെ ഇയാൾ മരിക്കുന്നത്. ദെൻ ഹി വാസ് ഡൈഡ് ഇൻ, ഒരു മിനിറ്റ് ഇതിൻ്റെ, ഓക്കെ, ഹി വാസ് ഡൈഡ് ഇൻ 1729. സോ 1671 1729. ഓർമ്മ ഉണ്ടല്ലോ, മറന്നിട്ടില്ലല്ലോ. ഫസ്റ്റ് വർക്ക് ചെയ്തായിരുന്നു ഇയാളുടെ ക്രിസ്ത്യൻ ഹീറോ. ഇൻ വിച്ച് ഇയർ? ഏതാ വർഷം? 1701. വെരി ഗുഡ്, 1701. ഈ ടാറ്റർ എന്ന് പറയുന്ന വർക്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എസ്സേസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് എസ്സേസ് 271. അഡിസൺ കോൺട്രിബ്യൂഷൻ 42. സ്റ്റീൽ കോൺട്രിബ്യൂഷൻ 188. ദെൻ കൊളാബറേറ്റീവ് വർക്ക് 36. മറന്നു പോയിരുന്നു കേട്ടോ, ഇതൊക്കെ ഓർമ്മയിൽ വേണേ സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെ ടെക്സ്റ്റിലേക്ക് കിടക്കുകയാണ്. ദ ക്ലബ് അറ്റ് ദി ട്രംപറ്റ്. നിങ്ങൾക്ക് ഈ സ്ലൈഡ് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും അലൈൻമെൻറ്റ് കണ്ടാവും. അതെന്താ വെച്ചാൽ ലാപ്പിൽ നമ്മൾ ചെയ്യുന്ന പോലെയല്ല മൊബൈലിലേക്ക് ആ സാധനം വരുന്ന സമയത്ത്. മൊബൈലിലേക്ക് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചേഞ്ചൊക്കെ വരുന്നത് അലൈൻമെൻറ്റിലൊക്കെ. എന്താ എനിക്കറിയില്ല. അപ്പോൾ ഇനി എന്തായാലും ലാപ്പിലെടുക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാക്കണം. അത് നോക്കട്ടെ ഞാൻ. അപ്പോൾ ദ ക്ലബ് അറ്റ് ദി ട്രംപറ്റ്, ഇതിൽ പറയുന്നത് എന്താണ്? ദ ക്ലബ് അറ്റ് ദി ട്രംപറ്റ്, ദ essay or the periodical was starting by a quote by Cicero. റോമൻ സ്റ്റേറ്റ്മെൻറ്റ് ആയ സിസറോയുടെ ഒരു കോട്ട് വെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ആ കോട്ട്? ആ കോട്ട് വായിക്കാൻ കിട്ടില്ല. ഇറ്റ് വാസ് ഇൻ ഗ്രീക്ക് ലാംഗ്വേജ്. അതിൽ ട്രാൻസ്ലേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. I am much beholden to old age which has engaged my eagerness for conversation in proportion as it has lessened by appetite of hunger and thirst. അല്ലേ? ഇത് പറയുന്നത് എന്താണ്? നമ്മൾക്ക് പ്രായം കൂടുതൽ മനുഷ്യന്മാർ പ്രത്യേകത എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും കുറച്ച് പ്രായമുള്ള ആൾക്കാർ. അവർക്ക് എന്തെങ്കിലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ വർത്തമാനമൊന്നും കാര്യം ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ദേ ആർ ലൈക്ഡ് ഓർ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ എൻഗേജിങ് ഇൻ കോൺവെർസേഷൻ. അല്ലേ? അവർക്ക് എപ്പോഴും എന്തായിരിക്കും ഇൻട്രസ്റ്റ്? എന്തായിരിക്കും അവർക്ക്? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് ആൾക്കാർക്കും. പക്ഷേ നമുക്കാണെങ്കിലോ, നമുക്കതിന് സമയം ഉണ്ടാവില്ല. അല്ലേ? നമുക്കതിനൊന്നും സമയമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ അതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷയങ്ങളൊക്കെ പറ്റി പറഞ്ഞു പോകുന്നൊരു വർക്കാണെന്ത്? ദ ക്ലബ് അറ്റ് ദി ട്രംപറ്റ്. ഓക്കെ, ഫീച്ചേർഡ് ഇൻ ദ ടാറ്റ്ലർ ഇഷ്യൂ നമ്പർ 107. അതിൻ്റെ അർത്ഥം എന്താ? ഇഷ്യൂ നമ്പർ 107 എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? 107ാമത്തെ എസ് ആയിട്ട് 107ാമത്തെ വർക്കായിട്ടാണ് ആ ഒരു ഇതിൽ വരുന്നത് കേട്ടോ. ദെൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് ഡേറ്റിനാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? വായിച്ചു നോക്കി. ഇറ്റ് വാസ് കം ഓൺ സാറ്റർഡേ February 11, 1710. ഓക്കെ, ഏതൊക്കെ ദിവസങ്ങളായിരുന്നു ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നത്? 3 days ഐ ടോൾഡ് യു ഓൾറെഡി. ഏത് ദിവസങ്ങളായിരുന്നു? 3 ദിവസങ്ങളായിരുന്നു. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. അത് മറക്കരുത് ഒരിക്കലും കേട്ടോ. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, ഈ 3 ദിവസങ്ങളായിരുന്നു അയാളുടെ ടാറ്റിൽ നിന്ന് പീരിയോഡിക്കൽസ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ലൊക്കേഷൻ റെഫേർഡ് ആസ് ഷീർ ലൈൻ, ഡേറ്റ് February 10. ഇതിൽ ഒരു സ്ഥലം പറയുന്നുണ്ട്. ഷീർ ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സാധനം പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അത് ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് നോക്കി മനസ്സിലാവും. അതിൻ്റെ നേരെ താഴെ കൊടുത്തിട്ടുണ്ട് ആ പേരൊക്കെ, സ്ഥലത്തിൻ്റെ പേരൊക്കെ. നമ്മൾ ഒറ്റ പോയും വിടാൻ പാടില്ല, എല്ലാ പോയും നമ്മൾ നോട്ട് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അവർ മുന്നിൽ പലർക്കും നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല.
പിന്നെ ഇൻട്രൊഡക്ഷൻ വരുന്നതാണ് ഫോക്കസ് ഓൾഡ് ഏജ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, പെർട്ടിക്കുലർലി ദ ഗ്രോയിങ് അപ്പറ്റൈറ്റ് ഫോർ കോൺവെർസേഷൻ ആൻഡ് ദ ഡിമിനിഷിങ് ഓഫ് ഫിസിക്കൽ ക്രാവിങ്സ് ഫോർ ഫുഡ് ആൻഡ് ഡ്രിങ്ക് അല്ലേ. മനുഷ്യന് വയസ്സാன സമയത്ത് കൂടുന്ന ഒരു സ്വഭാവം എന്താണ്, നമുക്ക് എല്ലാവരോടും സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി കൂടും അല്ലേ. ആ സമയത്ത് നമുക്ക് വയസ്സാവുന്നതുകൊണ്ട് നമ്മളെ ഫുഡിനോടും ഡ്രിങ്കിനോടും ബാക്കിയുള്ള ഫിസിക്കൽ സംഭവങ്ങളുള്ള ഒരു ഇത് കുറയില്ല, നമുക്ക് ആ ഒരു എൻറ്റിറ്റി കുറയില്ലേ. നമ്മുടെ എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഇത് ചേഞ്ച് ആയിട്ട് വന്നിട്ട് നമ്മൾ എവിടേക്ക് പോകും, വി ആർ ലൈക്ക് ടു എൻഗേജ് ഇൻ കോൺവെർസേഷൻ അല്ലേ. നമ്മളെപ്പോഴും മറ്റുള്ളവരുമായി സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഒരു താല്പര്യപ്പെടുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഫസ്റ്റ് ആ ഒരു സിസ്റ്റം പറയുകയാണെങ്കിൽ. സോ ദിസ് വർക്ക് സ്റ്റാർട്ടിങ് ബൈ ദി കമൻറ്റ് ഓർ ബൈ ദി കൊട്ടേഷൻ ഫ്രം ഹൂം, സിസറോ റോമൻ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, അയാളുടെ ഒരു ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ. സോ വി ആർ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു ദി വാട്ട് ടെക്സ്റ്റ്. അപ്പോൾ ടെക്സ്റ്റിൽ ഓരോ ലൈൻ ബൈ ലൈൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ ഹാവിങ് അപ്ലൈഡ് മൈ മൈൻഡ് വിത്ത് മോർ ദാൻ ഓർഡിനറി അറ്റൻഷൻ ടു മൈ സ്റ്റഡീസ്, ഇറ്റ് ഈസ് മൈ യൂഷ്വൽ കസ്റ്റം ടു റിലാക്സ് ആൻഡ് അൺബെൻഡ് ഇറ്റ് ഇൻ എ കോൺവെർസേഷൻ ഓഫ് സച്ച് ആർ റാദർ ദാൻ ഈസി ദാൻ ഷൈനിങ് കമ്പാനിയൻസ് അല്ലേ. അവിടെ ആ ഷൈനിങ് കമ്പാനിയൻസ് ഉദ്ദേശം എന്താ? ഹി സേസ് ദാറ്റ് ഹി യൂസ്ഡ് എ ടേം ഷൈനിങ് കമ്പാനിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് മീനിങ് എന്താ? ഈ ഫസ്റ്റ് പറഞ്ഞൊരു ലൈന് മീനിങ് എന്താ? Steele starts by emphasizing that his mind has been heavily engaged in studies, serious intellectual activities, more than ordinary attention to my studies. ആ മോർ ദാൻ അറ്റൻഷൻ ടു മൈ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ദിവസം അല്ലെങ്കിൽ അയാൾ എഴുതുന്ന ദിവസം എന്താണ്, അയാൾ ഭയങ്കരമായിട്ട് അയാളുടെ ഒരുപാട് ഇൻ്റലക്ച്വലായിട്ട് ഒരുപാട് കാലം നമ്മളെ ഇൻ്റലക്ച്വലായിട്ട് ഒരുപാട് കാലം പഠിക്കുകയും ഒരുപാട് കാലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മൈൻഡ് എന്താണ്, ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് അല്ലേ. അയാളുടെ മൈൻഡ് ഭയങ്കര ഒരു ഇതാണ്. ആ സമയത്ത് ഇയാൾക്ക് എന്ത് ചെയ്യണം, ടു കൗണ്ടർ ബാലൻസ് ദിസ് മെൻ്റൽ സ്ട്രെയിൻ, ഹി വാസ് വെരി സ്ട്രെസ്ഡ് അല്ലേ. ആ മെൻ്റൽ സ്ട്രെയിൻ കൗണ്ടർ ബാലൻസ് എന്ത് ചെയ്യണം, അയാൾക്ക് എന്ത് വേണം, ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് ടോക്കിംഗ് ടു പീപ്പിൾ ഹു ആർ ഈസി ഗോയിങ് ആൻഡ് നോട്ട് പെർട്ടിക്കുലർലി ബ്രില്യൻറ്റ് ഇൻ ദെയർ വിറ്റ് ഓർ ഇൻ്റലക്റ്റ്. അത് പറയണം എന്താണ്, ടു കൗണ്ടർ ബാലൻസ് ദാറ്റ് ഐ നീഡ് ടോക്ക് ടു സം വൺ എൽസ് ഹു ഈസ് ലെസ് ഇൻ്റലക്റ്റ് ദാൻ മീ അല്ലേ. എന്നേക്കാളും താഴെ അല്ലെങ്കിൽ എൻ്റെ അത്ര ലെവലില്ലാത്ത ആ വിറ്റും ഇൻ്റലക്ച്വൽ ലെവലും ഇല്ലാത്ത ആളുകളുമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, സംസാരിക്കണം. എന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദെൻ ഐ ക്യാൻ ബാലൻസ് ദാറ്റ് മെൻ്റൽ സ്ട്രെയിൻ സ്ട്രെസ്. ഓക്കെ, ദിസ് ചോയ്സ് ഈസ് ഇൻറ്റൻഷണൽ ബിക്കോസ് ഹി ഫൈൻഡ്സ് സൊലേസ് ഇൻ ദ സിംപ്ലിസിറ്റി വിച്ച് പ്രൊവൈഡ്സ് എ ബ്രേക്ക് ഫ്രം ഹിസ് ഇൻറ്റൻസ് ഇൻ്റലക്ച്വൽ പെർസ്യൂട്ട്സ്. അത് പറയാനുള്ള കാരണം എന്താണ്, ഇയാൾ എന്താണ് ഈ കൂട്ട ആൾക്കാരെ ഇൻറ്റൻഷനലി തിരഞ്ഞെടുത്താണ്. വൈ? ബിക്കോസ് ദെൻ ഹി ഫൈൻഡ്സ് സൊലേസ്, ഹി ഫൈൻഡ്സ് എ കംഫർട്ടബിൾ സോൺ ഇൻ ദെയർ സിംപ്ലിസിറ്റി അല്ലേ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ തുറന്ന് പറയാം, എനിക്കൊരു അളിയനുണ്ട്. അളിയൻ മറ്റേ നമ്മളെ PhD കഴിഞ്ഞ ആളാണ്. അപ്പോൾ അളിയൻ വന്നു കഴിഞ്ഞാൽ ഫുള്ള് അങ്ങനത്തെ ടോക്കാണ് സംസാരിക്കുക, ഫുള്ള് സ്റ്റഡീസ് അങ്ങനത്തെ ടോക്കിലാണ് സംസാരിക്കുക. എനിക്കത് ഇത്ര ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും നമ്മൾ ആ ഒരു ലെവലിലുള്ള ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ വിഷയം എന്താ വെച്ചാൽ നമ്മളെ കോൺവെർസേഷൻ ലെവൽ മാറിപ്പോകും അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം, ആ ഒരു ലെവലിലേക്ക് അത്ര ലെവലില്ലാത്ത ആൾക്കാരാണ് ആർക്ക് വേണ്ടത്, ഇയാൾക്ക് വേണ്ടത്. എന്നാൽ ഈ നെഗറ്റീവ് വേണ്ടത്. എന്നാൽ എന്തേ പറ്റുള്ളൂ, ഇയാൾക്ക് സംസാരിച്ചിട്ട് ആ മെൻ്റൽ സ്ട്രെയിൻ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഫസ്റ്റ് സ്ലൈഡ് തൊടുന്നില്ലല്ലോ? ഓക്കെ. This I find particularly necessary for me before I retire to rest, in order to draw my slumbers upon me by degrees and fall asleep insensibly. Steele highlights how important it is for him to relax before going to bed. So it's a custom അല്ലേ, ഒരു യൂഷ്വൽ ഒരു ഹാബിറ്റാണ് ഇയാളുടെ. എല്ലാ ദിവസവും ഇയാളുടെ പഠനവും അല്ലെങ്കിൽ ഇയാളുടെ സ്റ്റഡീസും അല്ലെങ്കിൽ ഇയാളുടെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ ശേഷം ഹി വാണ്ടഡ് ടു ടോക്ക് സംതിങ് അല്ലേ. ഒരു കുറച്ച് സമയം, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എന്ത് ചെയ്യണം, ഇവരുമായിട്ട് സംസാരിച്ചിരുന്നാൽ അതെന്ത് ചെയ്യും, ഇയാൾക്കൊരു റെസ്റ്റ് കിട്ടും ഇയാളുടെ മൈൻഡ്, ഇയാളുടെ ബ്രെയിനിന്. സോ Steele highlights how important it is for him to relax before going to bed. നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു റിലാക്സേഷൻ വേണ്ടേ. So for him was a mode of relaxation. He need to പോരട്ടെ, ബാക്കി ഇപ്പോൾ നിങ്ങൾ പറയണം. He need to talk people, or he needs to talk something else, something with someone else for whom
എന്താണ് അയാളേക്കാൾ കുറച്ചും കൂടി താഴെയുള്ള ആൾക്കാരുമായിട്ടുള്ള സംസാരിക്കാൻ ഇൻട്രസ്റ്റ് അല്ലേ. ദ യൂസ് ഓഫ് ദി ഫ്രേസ് ഡ്രോ മൈ സ്ലംബേഴ്സ് അപ്പോൺ മീ ബൈ ഡ സ്ലംബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലംബേഴ്സ് സ്ലീപ്പാണ് കേട്ടോ. ഡ്രോ മൈ സ്ലംബേഴ്സ് ടു ഡ്രോ മൈ സ്ലീപ്പ്. അതായത് അങ്ങനെ അയാൾക്കാൾ ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൺ മീ ബൈ ഡിഗ്രീസ്. എനിക്ക് ഒരുപാട് ഡിഗ്രീസ് ഉണ്ട്, അത് മാറ്റി വെച്ച് എനിക്ക് ഉറങ്ങണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്ക് ഈ കോൺവെർസേഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തില്ല ഉറക്കം വരില്ലെന്ന് ആര് പറയണേ? ഇയാൾ പറയണം. സോ ഗ്രാജുവൽ പ്രോസസ് വെയർ ഹിസ് മൈൻഡ് ജെൻലി അൺവിൻസ്. ഇൻ ഫോൾ സ്ലീപ്പ് ഇൻസ്റ്റൻസ് പറഞ്ഞാൽ റിഫ്ലക്സ് ദ നാച്ചുറൽ അൺഫോഴ്സ്ഡ് നാച്ചർ ഓഫ് ഹിസ് റിലാക്സേഷൻ leading to sleep. So he says that it is necessary for him to do this conversation in a daily basis, otherwise he can't take rest. Clear alla is slide? Yes sir, clear. Okay, this is the particular use I make a set of heavy honest man with whom I have passed many hours with much intolerance thought, not with the great pleasure. നിങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്റ്റീൽസ് റെഫേഴ്സ് ടു ഹിസ് കമ്പാനിയൻ ആസ് ഹെവി ഓണസ്റ്റ് മാൻ. ഓർത്ത് വെച്ചോളി ഈ പോയിന്റ് കേട്ടോ. ടെക്സ്റ്റിലുള്ള അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും അവർ. സോ ഹി ഡിസ്ക്രൈബ് ഹിസ് കമ്പാനിയൻ ആസ് വാട്ട്? എന്താ ഇയാൾ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഹെവി ഓണസ്റ്റ് മാൻ എന്നാണ് ഇയാൾ എന്ത് പ്രസൻറ്റ് ചെയ്യുന്നത് അവരല്ലേ. implying they are sincere and straightforward but not particularly entertaining or intellectually stimulating. ആൾ പറയുന്നുണ്ട് അവരെന്തല്ല, അവർ ഇൻ്റലക്ച്വലി സ്റ്റിമുലേറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർലി ഒരു എൻ്റർടൈനിങ് ഒന്നുമല്ല, പക്ഷേ ബട്ട് ഹി വാണ്ടഡ് ദാറ്റ് കമ്പാനിയൻസ് അല്ലേ. ഹി അക്നോളജ് ദാറ്റ് ദീസ് അവേഴ്സ് സ്പെൻഡ് വിത്ത് ദം ആർ മാർക്ക്ഡ് ബൈ ഇൻഡോളൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലേസിനെസ് അല്ലേ. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഞാനീ മുടക്കുന്ന ടൈമിൽ ഇപ്പം നമുക്ക് ഒരു അരമണിക്കൂർ നമ്മൾ സ്പെൻഡ് നമുക്ക് എന്ത് തിരിച്ച് കിട്ടണമല്ലോ. ഇയാൾ പറയുന്നത് ഹി അക്നോളജ് ദാറ്റ് ദീസ് അവേഴ്സ് സ്പെൻഡ് വിത്ത് ദം ആർ മാർക്ക്ഡ് ബൈ ഇൻഡോളൻസ് ഓർ ലേസിനെസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ കോൺവെർസേഷൻസ് ആർ നോട്ട് പ്രൊഡക്റ്റീവ് ഓർ എനർജൈസിങ്. പ്രൊഡക്റ്റീവ് അല്ല, എന്ത് എനർജിയോ ഒന്നും തരുന്നൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് പ്രൊഡക്റ്റീവ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഗിവിങ് എനി എനർജി ഫോർ ഹിം, ബട്ട് ഇറ്റ് ഗീവ് ഹിം ആസ് എ പ്ലഷർ അല്ലേ. ഒരു പ്ലഷർ തരും, ഒരു റെസ്റ്റ് എടുക്കാനുള്ള നമുക്കൊരു ഒന്ന് താവാനുള്ള സമയം നമുക്ക് തരും അല്ലേ. Although these interactions are not particularly enjoyable. എളുപ്പം ലാസ്റ്റ് പറയുന്നുണ്ട് എൻജോയബിൾ ഒന്നല്ല, നോട്ട് വിത്ത് ഗ്രേറ്റ് പ്ലഷർ. അത് പറയാനുള്ള കാരണം നോട്ട് വിത്ത് ഗ്രേറ്റ് പ്ലഷർ എന്ന് പറയുന്ന കാരണം എന്താണ്? അക്കോർഡിംഗ് ടു ഹിം ഇറ്റ്സ് നോട്ട് എൻജോയബിൾ. ദേ സെർവ് എ ഫങ്ഷണൽ പർപ്പസ് ഫോർ ഹിം. അതിനുള്ള കാരണം കുറച്ച് മനസ്സിലാവും. കാരണം ഈ ഓവറായിട്ട് സംസാരിക്കുന്ന ആളുകൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. നമുക്ക് അത്യാവശ്യം സംസാരിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഓവറായിട്ട് ഇങ്ങനെ പറഞ്ഞ് പിന്നെ പറഞ്ഞു കൊടുക്കാറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് ഈസ് ദി മീനിങ് ഓഫ് ദിസ് സെൻറ്റൻസ്. ക്ലിയർ ആണോ? Ready അല്ലേ? Yes sir. Okay, right. Their conversation is a kind of preparative for sleep. മറന്നു പോകണ്ട, ഓർത്ത് വെച്ചോളി. Their conversation is a kind of preparative for sleep. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്, പറയുമ്പോൾ ഓർത്ത് വെക്കാം കേട്ടോ, മറന്നു പോകണ്ടേ. It takes the mind down from its abstractions, leads it into the familiar traces of thought and lulls it into that state of tranquility which is a condition of thinking man when he is but half awake. Still likens a conversation to preparation for sleep. ഇയാൾ സ്റ്റിൽ എന്താ പറഞ്ഞത്? സ്റ്റിൽ കമ്പയറിങ് ദ കോൺവെർസേഷൻ ടു വാട്ട്? ഇറ്റ് വാസ് എ പ്രിപ്പറേറ്ററി ഫോർ സ്ലീപ്പ് അല്ലേ. ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ്. എനിക്ക് ഉറക്കം വരുമെങ്കിൽ എന്ത് ചെയ്യണം? സംസാരിച്ചാൽ മാത്രമേ എനിക്ക് ഉറക്കം വരുള്ളൂ. അതാണ് സ്റ്റിൽ പറയുന്നത്. These talks move his thoughts away from complicated or deep ideas, which means abstractions അല്ലേ. ഇതിൽ പറയുന്നത് ഇറ്റ് ടേക്സ് ദ മൈൻഡ് ഡൗൺ ഫ്രം ഇറ്റ്സ് അബ്സ്ട്രാക്ഷൻസ് അല്ലേ. എന്താണ്? These talks move his thoughts away from complicated or deep ideas. അന്ന് ആ ദിവസം മൊത്തം ആ ഒരാൾ ഞാൻ വരുന്ന ഓരോ സംഭവം ചെയ്തു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതൊക്കെ എന്ത് ചെയ്തു മാറുകയാണ്. ഇൻസ്റ്റെഡ് കേൾക്കാൻ പറ്റത്തില്ല ഇപ്പോഴോ? ഓക്കെ. So instead, the conversations guide his mind to simpler and more familiar topics. That's why he says that it takes the mind down from its abstractions, leads it into the familiar trace of thought. അപ്പോൾ അയാൾ പറയുന്നത് ആ കോംപ്ലിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ ആ ഡീപ്പ് ഐഡിയാസിനും ഒരു ചേഞ്ച്. ഇൻസ്റ്റെഡ് കോൺവെർസേഷൻ ഗൈഡ്. സോ വാട്ട് ഹിസ് ഗൈഡ്? കോൺവെർസേഷൻ അയാൾ ഗൈഡ് എന്തിലേക്കാണ്? ഹിസ് മൈൻഡ് ടു സിംപ്ലർ ആൻഡ് മോർ ഫെമിലിയർ ടോപ്പിക്സ് അല്ലേ. കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള കുറച്ചും കൂടി നല്ല ഫെമിലിയർ ടോപ്പിക്സിലേക്ക് ഇയാളെ കൺവേർട്ട് ചെയ്യാൻ ചെയ്തത്. This shift relaxes mind, bringing it into the tranquil state or a calm and peaceful state. Okay, essentially these conversations act as a mental translation from wakefulness to restfulness.
ensuring that his mind is not very actively overly active before bed. Wakefulness എന്ന് എന്താ? സോ wakefulness. അയാൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് കേട്ട് എന്ത് ചെയ്യും? ടു റെസ്റ്റ്ഫുൾനെസ്. അയാൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. സോ ഹി ക്യാൻ സ്ലീപ്പ് നൈസ്. ഓക്കെ, ക്ലിയർ അല്ലേ ഈ സ്ലൈഡ്? Okay, right. Yes. After this, my reader will not be surprised to hear the account which I am about to give a club of my own contemporaries, among whom I pass 2 or 3 hours every evening. Still introduces a specific group of people with whom he spends time every evening. ഇനി അടുത്ത ലൈനിൽ വരുന്നത് ഒരുപാട് ആൾക്കാരെ കുറിച്ച് പറയുന്നത്, ജെഫ്രി നോച്ചിനെ കുറിച്ച് പറയുന്നത്, മേജർ മാസ്ലോക്ക് പറയുന്നുണ്ട്, കുറേ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇയാൾ. ഇനി അവരെ കുറിച്ച് പറയാൻ പോകണം. അപ്പോൾ ഇത് പറയുന്നതാണ്, ദീസ് ആർ ഹിസ് കണ്ടംപററീസ്, പീപ്പിൾ ഓഫ് ദ സെയിം ഏജ് ഓഫ് സോഷ്യൽ സ്റ്റാൻഡിങ് ആസ് ഹിംസെൽഫ്, ഫോമിങ് എ ക്ലബ്. അയാൾ സെയിം ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെയിം ആ കണ്ടംപററീസ് ആയിട്ടുള്ള സെയിം സോഷ്യൽ ക്ലാസ്സുകളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ പറഞ്ഞത്. സോ ഹി സേസ് ദാറ്റ് മൈ കമ്പാനിയൻസ് ആർ ഇൻ മൈ കണ്ടംപററീസ്, അല്ലേ, എൻ്റെ കണ്ടംപററീസ് ആണ് എൻ്റെ കമ്പാനിയൻസ്, അല്ലേ, ഇങ്ങനെ പറയുന്നുണ്ട്. ദിസ് ഐ ലുക്ക് അപ്പോൺ ആസ് ടേക്കിംഗ് മൈ ഫസ്റ്റ് നാപ്പ് ബിഫോർ ഐ ഗോ ടു ബെഡ്. ഹി ഹ്യൂമറസ്ലി ഡിസ്ക്രൈബ്സ് ഹിസ് ടൈം അറ്റ് ദ ക്ലബ് ആസ് എ ഫസ്റ്റ് നാപ്പ്, അല്ലേ. നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഈ ക്ലബിലുള്ള ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് മൈ ഫസ്റ്റ് നാപ്പ്. ഫസ്റ്റ് നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നാപ്പും സ്ലീപ്പും നമ്മൾ മാറ്റം എന്താ? നാപ്പും സ്ലീപ്പും രണ്ട് സാധനമല്ലേ? നാപ്പും സ്ലീപ്പും മയക്കെന്ന് പറയാം, അല്ലേ. സോ ഹി സേസ് ദാറ്റ് ദിസ് ഐ ലുക്ക് അപ്പോൺ ആസ് എ ടേക്കിംഗ് മൈ ഫസ്റ്റ് നാപ്പ് ബിഫോർ ഐ ഗോ ടു ബെഡ്. ഞാൻ എൻ്റെ ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഫസ്റ്റ് നാപ്പായിട്ടാണ് ഞാൻ കാണുന്നത് ദീസ് കോൺവെർസേഷൻസ്. ഓക്കെ, implying that the relaxation it provides is akin to a mental rest before actual sleep. ഒരു മെൻ്റൽ റെസ്റ്റ് വേണം, അതിനാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഈ ക്ലബ്ബിൽ എല്ലാ ദിവസവും പോകുന്നത്, സംസാരിക്കുന്നത് മറ്റുള്ളവരുമായിട്ടും. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് റിഫ്ലെക്ട്സ് ബോത്ത് ഇസ് എൻജോയ്മെൻറ്റ് ആൻഡ് ദ കാമിങ് എഫക്റ്റ് ഓഫ് ദി റൊട്ടീൻ. ഇറ്റ് വാസ് എ റൊട്ടീൻ, ഒരുപാട് കാലങ്ങൾ തുടങ്ങുന്ന റൊട്ടീനാണ്. ഓക്കെ, ഹി സ്റ്റാർട്ടഡ് ഫ്രം ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് വി കൻ സീ ദാറ്റ് 40 yearsൻ്റെ ഒരു 1/3 അല്ല 1/6 സമയം ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്ലബ്ബ് ചിലവഴിച്ചെന്ന് പറയുന്നുണ്ട് അയാൾ. അപ്പോൾ അത്രയും ഒരു ഫ്രൂട്ട്ഫുള്ളായ സമയം ഒരു ഉപയോഗമില്ലാതെ ചിലവഴിച്ചിട്ടുണ്ട്. ഫോർ വാട്ട്? ഫോർ ഗെറ്റിംഗ് എ റെസ്റ്റ് ഫോർ ഹിസ് ബ്രെയിൻ. ദെൻ ദ ട്രൂത്ത് ഓഫ് ഇറ്റ് ഈസ് ഐ ഷുഡ് തിങ്ക് മൈസെൽഫ് unjust to posterity as well as the society at the trumpet which I am a member. I did not in some part of my writing give an account of the persons among whom I have passed almost a sixth part of my time for these last 40 years. ഇയാൾ പറയുന്നുണ്ട് എന്ത്? സ്റ്റിൽ ഫീൽസ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഹീസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ ടു ഡോക്യുമെൻറ്റ്, ഇതൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം, അല്ലേ, ടു ഡോക്യുമെൻറ്റ് എക്സ്പീരിയൻസസ് ആൻഡ് പീപ്പിൾ ഓഫ് ദി ട്രംപറ്റ് ക്ലബ്ബ്. Then only you can read, then only you can able to identify what are the things that we have done in our club. Okay, over 40 years he estimates that 1/6 of his time has been spent with this group, emphasizing its significance in his life. അല്ലേ, 40 വർഷത്തിന് 1/6 ഓൾമോസ്റ്റ് എത്രയായി? 1/4 ആണെങ്കിൽ 10 വർഷം, അല്ലേ. 1/6 വരുമ്പോൾ എത്ര വർഷം ഉണ്ടാവും? ഇതിൽ കണക്കിൽ പുള്ളികൾ ഉണ്ടോ? കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും സമയം ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്ലബ്ബിൽ ചിലവഴിച്ചെന്നാണ് പറയണത്. ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ്. ബൈ റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ദ ക്ലബ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ഹി ബിലീവ്സ് ഹി ഈസ് പ്രിസർവിംഗ് ദെയർ മെമ്മറി ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. സോ ഹി സേസ് ദാറ്റ് ഐ എം ഡോക്യുമെൻറ്റിംഗ്, ഐ എം റെക്കോർഡിംഗ് ഓൾ ദീസ് ഡീറ്റെയിൽസ്. വൈ? ഫോർ പ്രിസർവിംഗ് ദെയർ മെമ്മറി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ, അല്ലേ. ദാറ്റ്സ് ദ വേർഡ് മീനിങ് ഓഫ് പോസ്റ്ററിറ്റി. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്ന അവർക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് നോട്ട്, വി ഷുഡ് ഡോക്യുമെൻറ്റ് ദാറ്റ് ഫയൽ. ഓക്കെ, അതാണ് ഇയാൾ പറയുന്നത്. ക്ലിയർ അല്ലേ? സ്ലൈഡ് ക്ലിയർ ആണോ? ഈ സ്ലൈഡ്? ഓക്കെ, റൈറ്റ്. അവർ ക്ലബ് കൺസിസ്റ്റഡ് ഒറിജിനലി ഓഫ് 15. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട കേട്ടോ. ഈ ക്ലബ്ബ് തുടങ്ങിയ സമയം എത്ര ആൾക്കാർ ഈ ക്ലബ്ബിലുണ്ടായിരുന്നു? വാട്ട് ഈസ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ദ മെമ്പേഴ്സ് വെൻ the club starts? 15. But partly by the severity of the law in arbitrary times and partly by the natural effects of old age, we are at present reduced to third part of that member. അല്ലേ, ഇപ്പം എന്തായിട്ട് മാറി? 1/3 ആയിട്ട് മാറിയിട്ടുണ്ട്. Now what is the number? 5 ആണ്, അല്ലേ. ആകെ 5 ആൾക്കാരെ നമ്മുടെ ഗ്രൂപ്പിലുള്ളൂ. വൈ? ബിക്കോസ് ഓഫ് ദി സിവിയറിറ്റി ഓഫ് ദി ലോ ഇൻ ആർബിട്രറി ടൈംസ്. ഒരുപാട് ലോസും ഒരുപാട് വിഷയങ്ങളൊക്കെ ഇത് വന്നു.
The club initially had 15 members. Over time, the number has diminished due to two reasons: severity of the law in arbitrary times. That means some members left because of strict or unfair laws during difficult or unstable times. കുറേ നല്ല കുറേ നമ്മൾ അൺഫെയർ ലോസൊക്കെ വെച്ചു, അതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പോയി. പിന്നെ ബാക്കിയുള്ള എങ്ങനെ പോയത് എങ്ങനെയാണ്? നാച്ചുറൽ എഫക്ട്സ് ഓഫ് ഓൾഡ് ഏജ്. കാരണം വയസ്സായ മനുഷ്യൻ മരിക്കും. സോ നോളജ് ഇൻഎവിറ്റബിൾ ഇമ്പാക്ട് ഓഫ് ഏജിങ് ലൈക്ലി റിസൾട്ടിങ് ഇൻ ഇൽനെസ് ഓർ ഡെത്ത്. ചില ആളുകൾക്ക് എന്ത് പോയി, വയ്യാണ്ടായിട്ട് നമ്മുടെ വരാൻ പറ്റാറൊക്കെ പോയി, മരിച്ചു പോയി. നൗ അറ്റ് ലാസ്റ്റ് വാട്ട് ഇസ് എ നമ്പർ ഇൻ ദ ക്ലബ്? 5 അല്ലേ? In which, however, we have this constellation that is the best company is said to consist of 5 persons. So he says that 5 ആൾക്കാരാണ് നല്ലത് കുറച്ചും കൂടി. Despite the reduced number, still finds comfort in the common belief that 5 is an ideal number for a group of companions. ഇതിൽ പറയുന്നുണ്ട് ഏറ്റവും നല്ലത് 5 ആൾ ഗ്രൂപ്പാണെന്ത് നമുക്ക് കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത്. ദിസ് റിഫ്ലെക്ട്സ് ദിസ് ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് അല്ലേ? ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പറയുന്നത്. ഈ സംഭവം ക്ലിയർ ആണോ ഈ ലൈൻസ്? Okay. I must confess, besides the aforementioned benefit which I meet within the conversation of this selector society, അടുത്ത് പറഞ്ഞെന്താ വെച്ചാൽ എനിക്ക് ഇത് മാത്രമല്ല ഇങ്ങോട്ട് വരാനുള്ളൊരു ഇൻട്രസ്റ്റ്, വേറെ സംഭവം ഇതിന് പിന്നിലുണ്ട്. there was something behind, or there was something that to visit this club. What is the intention? What is the thing that behind him? Steele admits that apart from the relaxation and enjoyment he gets from talking with this group, there is another reason he likes their company. One reason, pardon, what is the one reason? He will get a rest, right? So there was to talk to others. That was the first thing. That's the first reason that he comes to this club. There was another reason also. What's another reason? One reason കൂടെ ഉണ്ട് ഇയാൾക്ക് ക്ലബിലേക്ക് വരാനുള്ള. That we'll discuss in next slide. I am not the less pleased with the company. He says that he is also happy to be around them for a different reason. ഇപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ കൂടെ നിൽക്കാൻ വേറെ റീസൺ കൊണ്ട്. വാട്ട്സ് റീസൺ? ഇൻ ദാറ്റ് ഐ ഫൈൻഡ് മൈസെൽഫ് ദ ഗ്രേറ്റസ്റ്റ് വിറ്റ് അമംഗ് ദം. നിങ്ങൾ പറഞ്ഞെന്താ? ഇവരുടെ ഇടയിൽ ഞാനാണ് പിന്നെ കുറച്ചും കൂടി എന്തുള്ളത്, ഒരു അന്തമുള്ള മനുഷ്യൻ അല്ലേ? കുറച്ചും കൂടി ഇൻറ്റലക്റ്റുള്ള മനുഷ്യനാണ്, കുറച്ചും കൂടി വിറ്റുള്ള മനുഷ്യൻ ഞാനാണ്. റെസ്റ്റ് ഓഫ് ദ അതേഴ്സ് ആർ ലോവർ ദാൻ മൈ അല്ലേ? Steele enjoys being the cleverest and the most humorous person in the group. ക്ലെവറും മോസ്റ്റ് ക്ലെവറസ്റ്റും ആൻഡ് മോസ്റ്റ് ഹ്യൂമറസ് പേഴ്സൺ ആരാണ്? ഞാൻ തന്നെയാണ്. പൊക്കി പറയുന്ന സിസ്റ്റം അല്ലേ? നമ്മൾ SP എന്നാണ് പറയും മലയാളത്തിൽ. ആൻഡ് ഐ ആം ഹേർഡ് ആസ് ദർ ഒറാക്കിൾ ഇൻ ഓൾ പോയിൻറ്റ്സ് ഓഫ് ലേണിംഗ് ആൻഡ് ഡിഫിക്കൽട്ടി. വാട്ട്സ് ഒറാക്കിൾ? ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട. ഒറാക്കിൾ, വാട്ട്സ് ഒറാക്കിൾ? ഒറാക്കിൾ എന്ന് പറഞ്ഞതാ ഒറാക്കിൾ സംവൺ ഹൂസ് ഒപ്പീനിയൻസ് ആൻഡ് ഇൻസൈറ്റ്സ് ആർ ട്രസ്റ്റഡ് ആൻഡ് വാല്യൂഡ് അല്ലേ? നമ്മൾ ചില ആളുകൾ നമുക്ക് വിശ്വസിക്കുമല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു വിശ്വാസം ഉണ്ടാവും അല്ലേ? ദാറ്റ്സ് ദ മീനിങ് ഓഫ് ഒറാക്കിൾ അല്ലേ? ഹൂസ് ഒപ്പീനിയൻസ് ആൻഡ് ഇൻസൈറ്റ്സ് ആർ ട്രസ്റ്റഡ് ആൻഡ് വാല്യൂഡ്. നമ്മൾ ട്രസ്റ്റ് ചെയ്യും ആൻഡ് വി വിൽ ഗീവ് സം വാല്യൂസ് ടു ദാറ്റ് പേഴ്സൺസ് വേർഡ്സ്. ദാറ്റ്സ് മീനിങ് ഓഫ് ഒറാക്കിൾ. ദ അതർ മെമ്പേഴ്സ് ലുക്ക് അപ്പ് അറ്റ് സ്റ്റീൽ ആസ് എ സോഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് അതോറിറ്റി. എന്തൊരു വിഷയം വന്നു ഇവർ ആദ്യം പോലെ ആദ്യക്കണേ ദ വിൽ സീക്ക് അഡ്വൈസസ് ഫ്രം whom if they have issue or something. Which is the first person that they will meet or they will visit? ആദ്യം മീറ്റ് ചെയ്യുക ഫസ്റ്റ് ആയിട്ട് ആരെയാണ്? റിച്ചാർഡ് സ്റ്റീൽ. റിച്ചാർഡ് സ്റ്റീൽ അല്ല, റിച്ചാർഡ് സ്റ്റീലോ നരേറ്റർ. the one who tells the story. Okay. He enjoys being seen as their oracle, someone whose opinions and insights are trusted and valued, particularly on matters of learning and complex issues. When they have an issue or when they have a complex thing, they will meet the narrator. Okay. All clear അല്ലേ? നടന്നില്ലല്ലോ? Next slide we are going to, he is presenting the first member of this club. Who is a member? Sir Geoffrey Notch. Who is that? Sir Geoffrey Notch? Who is the oldest of the club? മറന്നു പോകണ്ട കേട്ടോ. Who is the oldest member in this club? ആരാ? Who is the oldest member in this club? Sir Geoffrey Notch. He has been in possession of the right hand chair time out of mind. ഒരു റൈറ്റ് ഹാൻഡ് ചെയർ ഉണ്ട് ആ ഇതിൽ, ആ ഒരു ക്ലബിൽ ഇരിക്കാനുള്ള ചെയറാണ്. ഇറ്റ് വാസ് ഓൺലി for whom? This person. Why? Because he is a very senior person in that club, so he can sit in that chair. No one knows that when he started that. That's the meaning of time out of mind. And he is the only man among us that has the liberty of stirring the fire. What is stirring the fire? ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള സിസ്റ്റം എന്ത്, നമ്മൾ ഈ ഒരു
ഇത് പറയല്ലോ അവിടെ ഫയർ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, നമ്മളെല്ലാ വീടുകളും ഉണ്ടാവും ആ സാധനം. നമ്മൾ ചൂട് കായൂലേ, ഒരു ഒരു ഇതുണ്ടാവുമല്ലോ നമ്മൾ ഈ ഊട്ടിലൊക്കെ പോയാൽ കാണാം ആ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിലും. ഫയർ പ്ലേസ്, ആ ഒരു സംഭവം അത് കൊളുത്താനുള്ള ഒരു റൈറ്റും ആർക്കാണ് സർ ജെഫ്രി നോച്ചിനാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ടു തിങ്സ് ദാറ്റ് ബിലോങ്സ് ടു ഹിം? സ്റ്റിയറിംഗ് ദ ഫയർ ആൻഡ് ഓൾസോ സിറ്റിംഗ് ദി റൈറ്റ് ഹാൻഡ് ചെയർ. മറന്നു പോകണ്ട കേട്ടോ. So Jeffrey Noach is introduced as the senior most member of the Trumpet Club. His seniority and long-standing presence in the club are symbolized by his right-hand chair, which he has occupied time out of mind. What's the time out of mind? He has been sitting in the right-hand chair for so long that nobody can remember when he started. നമുക്ക് അറിയില്ല ആളെ എപ്പോൾ തുടങ്ങിയത്. That's the meaning of time out of mind. Okay. He is granted the exclusive privilege of stirring the fire, which signifies both respect for his age and authority. അയാൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ആ ഫയർ കത്തിക്കാനുള്ള ഒരു അതോറിറ്റി ആൾക്ക് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദി വൈ ദാറ്റ് ഈസ് ഗിവൺ ടു ഹിം. He is the oldest member. He is the most senior member, or he is the oldest member in that club, right? This detail adds quaint, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ സ്ലൈഡ് ക്ലിയർ അല്ലേ? ഈ ഒരു സയൻസ് ക്ലിയർ അല്ലേ? അടുത്തിലേക്ക് പോവാം. ഓക്കെ, റൈറ്റ്. This our foreman is a gentleman of the ancient families, and he is discussing more about sin. This our foreman. What's foreman? Our senior most member. He is a gentleman of an ancient family that came to a great estate some years before. He had discretion and run it out in hounds, horses, and cockfighting. ഇയാളെ കുറിച്ച് പറയുന്നുണ്ട്. ഇയാൾ ഒരു വലിയൊരു ഏൻഷ്യൻ ഫാമിലി, ഒരു വലിയൊരു ഫാമിലിയിലൊരു മെമ്പറായിരുന്നു അല്ലേ. സോ ജെഫ്രി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മെമ്പർ ഓഫ് എൻ ഏൻഷ്യൻ ഫാമിലി, മീനിങ് ഹിസ് ലീനിയേജ് ഈസ് എ നോബിൾ ആൻഡ് ഒരു വെൽ എസ്റ്റാബ്ലിഷ്. പറയുന്നത് കാരണം എന്താണ്? ഹി വാസ് കമ്മിങ് ഫ്രം എ ലീനിയേജ്, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഫാമിലി വരുന്ന ആളാണ് ആര്? സോ ജെഫ്രി നോച്ച്. ഹി ഇൻഹെറിറ്റഡ് എ ലാർജ് എസ്റ്റേറ്റ്. അയാൾക്ക് എന്തുണ്ടായിരുന്നു? അയാൾക്ക് പാരമ്പര്യം കിട്ടിയ ഒരു വലിയൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അറ്റ് എ യങ് ഏജ്, വെൻ ഹി ഗോട്ട് ദാറ്റ് എസ്റ്റേറ്റ് അറ്റ് എ യങ് ഏജ്, but before he was mature enough, അയാൾക്കന്ന് അത്ര മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് ചെയ്തു, he sold or something, he lost that estate before he had discretion to manage wisely. അയാൾക്കത് നന്നായി നല്ല വയസ്സായിട്ട് നല്ല ഒരു ഇതോട് ഉപയോഗിക്കാനുള്ളൊരു സിസ്റ്റം അയാൾക്കുണ്ടായിരുന്നില്ല. സോ he lost that estate. How he is lost? Because he squandered his wealth on frivolous pursuits such as hunting. Hounds പറഞ്ഞാൽ ഹണ്ടിങ് ആണ് കേട്ടോ. നമ്മൾ ഈ വേട്ടക്ക് പോകുമല്ലോ, ഹണ്ടിങ്, horse racing, and also he participated so many horse racing and cock fighting. What's cock fighting? അത് ഇംഗ്ലണ്ടിലെ സമയത്തുണ്ടായിരുന്ന സമയം. കോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഴിപ്പോരില്ലേ, അതിന് കോക്ക് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന സിസ്റ്റമായിരുന്നു ഇംഗ്ലണ്ടിലൊക്കെ. പക്ഷേ ഇപ്പോൾ ബാൻ ഇംഗ്ലണ്ടിലൊക്കെ കേട്ടോ. ആൻഡ് കോക്ക് ഫൈറ്റിംഗ് ആക്ടിവിറ്റീസ് ട്രഡീഷണലി അസോസിയേറ്റ് വിത്ത് വെൽത്തി ബട്ട് റെക്ലെസ് ജെന്റിൽമാൻ ഓഫ് ദി ടൈം. ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് വെൽത്തും കുറച്ച് നല്ല പൈസകളുള്ള ആൾക്കാരായ കുറച്ച് ജെന്റിൽമാൻ, കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കുള്ള കുറച്ച് ഇതായിരുന്നു വിനോദങ്ങൾ. ഇതൊക്കെ ഇതിലൊക്കെ എന്തായിരുന്നു? നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ ഹി ലോസ്റ്റ് ഓൾ ഹിസ് വെൽത്ത് വിത്ത് ദീസ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ പോയത് എങ്ങനെയാണ്? ഹൗൺസ്, ഹോഴ്സസ് ആൻഡ് കോക്ക് ഫൈറ്റിംഗ്. റെഡി? ക്ലിയർ ആണോ അല്ലേ? ഓക്കെ. For which reason he looks upon himself as a honest, worthy gentleman who has had misfortunes in the world and calls every thriving man a pitiful upstart. അത് പറയണം എന്താണ്? ഇതൊന്നും എൻ്റെ തെറ്റുകൊണ്ട് പോയതല്ല. ഇറ്റ് വാസ് എ ബാഡ് ലക്ക് ഫോർ മീ. ഇതൊന്നും ഞാൻ കൊണ്ടുപോയി കളഞ്ഞതല്ല. ഇതൊക്കെ എന്താണ്? എനിക്കൊരു മിസ്ഫോർച്യൂൺ, എനിക്ക് ബാഡ് ലക്ക് ഉള്ളതുകൊണ്ട് പോയതെന്നൊന്നും അല്ലാണ്ട് ഇതൊന്നും ഞാൻ കൊണ്ടുപോയി കളഞ്ഞതല്ല. ആര് പറഞ്ഞത്? ഇയാൾ പറഞ്ഞത്. ഹൂ സെറ്റ്? ജെഫ്രി നോച്ച് അല്ലേ. So Jeffrey perceives himself as a worthy gentleman who has faced misfortunes, implying that he does not take responsibility for his financial decline and instead views it as a bad luck. അല്ലേ? ഇയാളുടെ ഒരുപാട് വെൽത്ത് പോയി. അത് കാരണം പറയുന്നത് എന്താണ്? അതിന് പറയുന്ന റീസൺ എന്താ? അതിൽ പറഞ്ഞ കാരണം ഇറ്റ് വാസ് ഡ്യൂ ടു മിസ്ഫോർച്യൂൺ ഫോർ മീ, റൈറ്റ്? അല്ലേ? എനിക്കൊരു മിസ്ഫോർച്യൂൺ, എനിക്കൊരു ബാഡ് ലക്ക് ഉണ്ട്, അവിടെ ഈ വെൽത്ത് മൊത്തം. അല്ലാണ്ട് ഞാൻ കളിച്ച് കളഞ്ഞതല്ല. ആര് പറഞ്ഞത്? ജെഫ്രി നോച്ച് പറഞ്ഞത്. And also and calls every thriving man a pitiful upstart. അല്ലേ? അത് നമ്മളിവിടെ കേട്ടിട്ടുണ്ടല്ലോ, പിറ്റ്ഫുൾ അപ്സ്റ്റാർട്ട് എന്ന സാധനം. നാം കേട്ടിട്ടുണ്ടോ? റോബർട്ട് ഗ്രീൻ. ആരെ വിളിച്ചതാ? ഷേക്സ്പിയർ വിളിച്ചാണ്. ഓക്കെ, വെരി ഗുഡ്. ഓർമ്മ ഉണ്ടല്ലേ, മറന്നിട്ടില്ല.
Upon his arrogance is evident in his disdain for thriving individuals whom he dismissively refers to as pitiful upstart. അല്ലേ ഇയാൾ ഇപ്പം മുളച്ച കൂണ് നമ്മൾ പറഞ്ഞല്ലേ അങ്ങനെ ത്രൈവിങ് ആയിട്ടുള്ള വാട്ട്സ് ത്രൈവിങ് റെഫേഴ്സ് ടു സെൽഫ് മെയ്ഡ് സക്സസ്ഫുൾ ഇൻഡിവിജ്വൽസ് അല്ലേ നല്ല സക്സസ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഇയാൾക്ക് എന്താണ് അസൂയാണ് അല്ലേ കാരണം വൈ ബിക്കോസ് ഹി ലോസ് ഓൾ ഹിസ് വെൽത്ത് സോ നമുക്ക് അസൂയ ഉണ്ടാവും നമ്മളെപ്പോലെ ആ ഒരു ലെവലിലുള്ള ആൾക്കാർ നമ്മളെക്കാളും കൂടുതൽ വെൽത്ത് സമ്പാദിക്കാൻ കാണുമ്പോൾ സോ ഹീ സേസ് ദാറ്റ് ഇറ്റ് വാസ് പിറ്റിഫുൾ അപ്സ്റ്റാർട്ട് ഇപ്പോൾ മുളച്ച കൂണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തള്ളിവിടാണ് ഓക്കെ ദിസ് ആറ്റിറ്റ്യൂഡ് അണ്ടർസ്കോർസ് ഹിസ് പ്രൈഡ് ആൻഡ് ഇനബിലിറ്റി ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് സൊസൈറ്റൽ വാല്യൂസ് ഇത് കാണിക്കുന്നത് എന്താണ് അയാളുടെ ഒരു അഡാപ്റ്റ് അയാൾ മാറിയിട്ടില്ല അയാൾ ഇപ്പോഴും നിൽക്കുന്ന അവിടെ തന്നെയാണ് ആ പഴയ സീസൺ ആൾ നിൽക്കുന്നത് അതാണ് പുതിയ സംഭവം കാണിക്കുന്നത് ഓക്കെ ക്ലിയർ ആണോ ഈ ലൈൻസ് സോ ക്യാൻ വി ഗോ ഫോർ നെക്സ്റ്റ് സ്ലൈഡ് ഓക്കെ ദെൻ ജെഫ്രി നോച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ആളാരാണ് മേജർ മാഷ്ലോക്ക് ഹി വാസ് എ സോൾജർ അല്ലേ ഒരു പട്ടാളക്കാരനായിരുന്നു അല്ലേ ഈസ് ദ നെക്സ്റ്റ് സീനിയർ ഹൂ സെർവ്ഡ് ഇൻ ദ ലാസ്റ്റ് സിവിൽ വാർസ് അപ്പോൾ രണ്ടാമത് സീനിയർ ആരാ ഹൂ ഇസ് ദ ഫസ്റ്റ് മോസ്റ്റ് സീനിയർ ആരായിരുന്നു സോ ജെഫ്രി നോച്ച് ഹൂ വാസ് ദ സെക്കൻഡ് സീനിയർ മേജർ മാഷ്ലോക്ക് സെക്കൻഡ് സീനിയർ കേട്ടോ മറന്നു പോകണ്ടേ ആൻഡ് ഹാസ് ഓൾ ദ ബാറ്റിൽസ് ബൈ ഹാർട്ട് ഇയാൾക്ക് ആ സിവിൽ വാർ നടക്കുന്ന സമയത്തുള്ള സിവിൽ വാർ വാസ് 1649 സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ആ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ വാറുകളും ഇയാൾക്ക് എന്ത് ചെയ്യാണ് ഇയാൾക്ക് മനപ്പാടാണ് അന്ന് നടന്ന എല്ലാ വാറുകളും ഇയാൾക്ക് മനപ്പാടാണ് മേജർ ബാച്ച്ലോക്ക് is second most senior member of the club, identified by his military background. He participated in the last civil wars, likely referring to the English civil wars, 1640 to 1651. His defining characteristics in his detailed recollection of every battle, the experience which he knows by heart. അല്ലേ ഇയാൾക്ക് എന്ത് ചെയ്യാം ഇയാൾ ഒരുപാട് വാറിൽ പങ്കെടുത്തിട്ടുണ്ട് സോ ദാറ്റ് ഹി ബൈ ഹാർട്ട് ഹി ഹാവ്സ് സംതിങ് ഇൻ ഹിസ് മൈൻഡ് അല്ലേ അതൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് ഇയാൾക്ക് അറിയാം സോ വാട്ട് അബൌട്ട് ദ ഹിസ് വാട്ട് ഇസ് ദ മെയിൻ തീം ഇൻ ഹിസ് കോൺവെർസേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും ദുബായ് ഇപ്പോൾ ആൾക്കാരെ മെയിൻ വർത്തമാനം എന്ത് ചെയ്യാം ദുബായ് അതുണ്ട് ഇതിന് പല വർത്തമാനം ഒരു പോലീസുകാരനാണെങ്കിലോ മെയിൻ അയാളെക്കുറിച്ച് ഇതാ പറയല്ലേ ഒരു പട്ടാളക്കാരനാണെങ്കിലോ അവളെ സംബന്ധിക്കുന്ന യുദ്ധങ്ങളും ഇതിനെക്കുറിച്ച് ഇയാൾ നമ്മോട് പറയാം അപ്പോൾ അതുപോലെ ഇയാൾ പട്ടാളക്കാരനുണ്ട് ഇയാൾ മെയിൻ കോൺവെർസേഷൻ എന്തായിരിക്കും അവിടെ ആ ഒരു യുദ്ധം നടന്നു ആ യുദ്ധം ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ അത്ര ആളെ കൊന്നു അല്ല ഇയാൾ പറയാം സോ ദിസ് says that his identity and sense of pride are deeply tied to his military past. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയും ഇയാളുടെ പാസ്റ്റ് നമ്മൾക്ക് എന്താണ് ഒരു മിലിറ്ററി ഒരു തീമിൽ വരുന്ന സാധനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്ലിയർ ആണോ മേജർ മാച്ച്ലോക്ക് വാസ് എ മിലിറ്ററി പേഴ്സൺ ക്ലിയർ അല്ല ഈ സ്ലൈഡ് ഓക്കെ He does not think any action in Europe worth talking of since the fight of Mars and Moor. The fight of Mars and Moor is an example of a war. ഒരു വാറിലാണ് ഒരു ഇൻസിഡൻ്റ് ആണ് സോ ഹി സേസ് ദാറ്റ് മേജർ മാച്ച്ലോക്ക് കൺസിഡേഴ്സ് ദ ബാറ്റിൽ ഓഫ് മാർസ് ആൻഡ് മൂർ എ പിവിറ്റൽ കോൺഫ്ലിക്ട് ഡ്യൂറിംഗ് ഇംഗ്ലീഷ് സിവിൽ വാർ ടു ബി ദ ബെസ്റ്റ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മിലിറ്ററി ഇവൻറ്റ് അയാൾ പറയും സിവിൽ വാറിൽ വെച്ച് നടന്നാൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണ് ഫൈറ്റ് ഓഫ് ദി മാർസ് ആൻഡ് മൂർ എന്ന് പറഞ്ഞൊരു ഇവൻ്റാണ് വേറെ ഒന്നും അതിനത്ര എത്തൂല അതാണ് ഏറ്റവും വലിയ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു മാച്ച്ലോക്ക് പറഞ്ഞു അല്ലേ ഫോർ ഹിം നോ സബ്സീക്വൻറ്റ് ബാറ്റിൽ ഓർ ആക്ഷൻ ഇൻ യൂറോപ്പ് ഹോൾഡ്സ് എനി കമ്പയറബിൾ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റിംഗ് ഹിസ് നൊസ്റ്റാൾജിക് വ്യൂ ഓഫ് ഹിസ്റ്ററി ആൻഡ് പേഴ്സണൽ ഗ്ലോറിഫിക്കേഷൻ ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ് ഇതെല്ലാം പറയണം ഈ ഫൈറ്റ് ഓഫ് മാർസ് ആൻഡ് മൂറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം സിവിൽ വാറിൽ വെച്ച് നോക്കുമ്പോൾ വേറെ ഒന്നും അതിനപ്പം എത്തുമെന്ന് വാറ് പറയണത് മേജർ മാച്ച്ലോക്ക് പറയുന്നത് ആൻഡ് എവറി നൈറ്റ്സ് ടെൽ ആസ് of his having been knocked off his horse at the rising of the London Apprentice in 1647, for which he is in great esteem among us. ഇയാൾ വേറൊരു ഇവൻ്റാണ് റൈസിങ് ഓഫ് ദി ലണ്ടൻ അപ്രൻറ്റൈസ് when he as a part of this he was knocked off his horse അല്ലേ ഇയാളുടെ ഹോഴ്സിന് പുറത്ത് നിലത്ത് വീഴുന്നുണ്ട് he was fell from the horse അങ്ങനെ ഒരു ഇവൻറ്റും ഇയാൾ പറയുന്നുണ്ട് അല്ലേ മേജർ മാച്ച്ലോക്ക് ഫ്രീക്വൻ്റ്ലി റീകൗണ്ടേഴ്സ് എ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് where he was knocked off his horse during the rising of the London Apprentice in 1647, another event from the English Civil War era. അപ്പോൾ അത്രയാണ് ഈ ഒരു ലൈനിൽ പറഞ്ഞു പോകുന്നത് ക്ലിയർ ആണോ അതന്നെ ആള് കുതിരപ്പുറത്തുനിന്ന് ആൾ വീഴുന്നുണ്ട് കുതിര തള്ളിയിടുന്നുണ്ട് അതാണ് പറഞ്ഞത് ആ ഒരു ഇവൻ്റാണ് പറയുന്ന ആള് അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത സ്ലൈഡ് അടുത്ത് മേജർ മാച്ച്ലോക്കിനെ കുറിച്ച് മൊത്തം പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി അടുത്ത് പോകുന്ന ആളിലേക്കാണ് ഓണസ്റ്റ് ഓൾഡ് ഡിക് റെപ്റ്റൈൽ അല്ലേ ഡിക് റെപ്റ്റൈൽ ഓണസ്റ്റ് ഓൾഡ് ഡിക് റെപ്റ്റൈൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം
ഇയാൾ തുടങ്ങുന്നതിന് എന്താണ് ഇയാളെ കുറിച്ച് പറയുമ്പോൾ തന്നെ തുടങ്ങുന്ന ഫസ്റ്റ് വേർഡ് ഏതാ? ഹി വാസ് എ ഓണസ്റ്റ് മാൻ, റൈറ്റ്? ഹീസ് an honest man. He is an honest man, right? Honest old Dick Reptile is a third of our society. He is a good-natured, indolent man who speaks little himself but laughs at our jokes. ഇയാളൊരു പ്രത്യേകത എന്താ? ഇയാൾ അങ്ങനെ കൂടുതൽ സംസാരിക്കൊന്നുമില്ല. But he will laugh when we talk, when we present a joke. അല്ലേ, നമ്മൾ ജോക്കോ അല്ലെങ്കിൽ തമാശ നമ്മുടെ സമയത്ത് എന്ത് ചെയ്യും? He will laugh. അത്രേ ഉള്ളൂ. Dick Reptile is introduced as a third member of the Trumpet Club. ഫസ്റ്റ് ആരായിരുന്നു? ജെഫ്രി. തേർഡ്, സെക്കൻഡ് വൺ മാച്ച്ലോക്ക്. തേർഡ് വൺ റെപ്റ്റൈൽ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മറന്നു പോകണ്ടേ. ഈ ടെക്സ്റ്റിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ പറ്റുമോ അതൊക്കെ ഞാൻ MCQ ആയിട്ട് ഇടും. അതൊക്കെ ചെയ്ത് നോക്കണം. പക്ഷെ നിങ്ങൾക്ക് MCQ തരുന്നുള്ളൊരു ബുദ്ധിമുട്ട് എന്താ, നിങ്ങൾ ചെയ്യൂല, അതാണുള്ള പ്രശ്നം. അതുള്ള സങ്കടം അതാണ്, വേറൊന്നുമല്ല. നിങ്ങളത് വെറുതെ ഞാൻ തരാമെന്നല്ല, നിങ്ങളെ തൊട്ട് നോക്കൂല്ല, നിങ്ങളെ ചെയ്യൂല, നിങ്ങളെ പണി നിങ്ങൾ നടക്കുന്നല്ലാണ്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്ര തന്നെ. അപ്പോൾ ഹി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗുഡ് നേച്ചേർഡ്, വാട്ട്സ് മീൻ കൈൻഡ് ആൻഡ് അമിയബിൾ, ഈസ് എ വെരി കൈൻഡ് മാൻ, അല്ലേ? ബട്ട് ഇൻറ്റോളൻറ്റ്, ലേസി ഓർ അൺമോട്ടിവേറ്റ്. അയാൾ എന്താ ഒരു മോട്ടിവേറ്റഡ് മനുഷ്യനല്ല, ഒരു ലേസി മനുഷ്യനാണ്, അല്ലേ? അങ്ങനെ സംസാരിക്കുന്നില്ല. ഹി വാസ് എ ലേസി ആൻഡ് അൺമോട്ടിവേറ്റഡ് മനുഷ്യനാണ്. ഇൻഡിക്കേറ്റിംഗ് ഹീ ഈസ് എ പാസീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ഹിസ് ക്ലബ് ആക്ടിവിറ്റീസ്. ഒരു പാസീവ് പാർട്ടിസിപ്പൻറ്റ്, ആക്റ്റീവ് അല്ല, അയാളൊന്നും അങ്ങനെ പറയുന്നില്ല. ബാക്കിയുള്ള ഭയങ്കര ആക്റ്റീവാണ്, ഇയാൾ മാത്രം എന്താണ് ഒരു പാസീവ് പാർട്ടിസിപ്പൻ്റ് ആണ് ഈ ഇതിൽ ആക്ടിവിറ്റീസിലൊക്കെ. വൈൽ ഹി ഡസ് നോട്ട് ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് കോൺവെർസേഷൻസ്, ഹി എൻജോയ്സ് ദ കമാരിറ്റി ആൻഡ് ഹ്യൂമർ ഓഫ് ദി ഗ്രൂപ്പ്, ഓഫ്റ്റൻ ലാഫിംഗ് അറ്റ് ദ ജോക്സ് ഓഫ് അതേഴ്സ്. ഇയാൾ എന്തെയില്ല, അങ്ങനെ ഓവറായിട്ട് ഇതിനൊന്നും പങ്കെടുക്കില്ല. പക്ഷെ എന്താണ്, ഇയാൾ നീ ആരെങ്കിലും ഒരു ജോക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇയാൾ ചിരിക്കാൻ മുന്നിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ ഈ ഒരു ലൈൻസ്? അടുത്തേക്ക് പോവാം. ഓക്കെ. ആൻഡ് ബ്രിങ്സ് ഹിസ് യങ് നെഫ്യൂ അലോങ് വിത്ത് ഹിം. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. ഇയാൾ എന്ത് വരുമ്പോൾ ഇയാൾ നെഫ്യൂടെ കൂടെ കൊണ്ടുവരും. എ യൂത്ത് ഓഫ് 18 years old. ഇയാളെ വയസ്സ് ഓർത്ത് വെച്ചോളി, 18 വയസ്സ്. ഇയാളെ നെഫ്യൂ കൊണ്ടാണ് ഇയാൾ എവിടേക്ക് വരിക, ഇയാളുടെ ഈ ക്ലബിലേക്ക് വരിക. വൈ? ടു ഷോ ഹിം ഗുഡ് കമ്പനി. അയാൾക്ക് ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം, കുട്ടി വീട്ടിൽ നിന്ന് പുറത്താകാൻ മോനെ തോന്നുന്നു. അപ്പോൾ ഇയാൾക്ക് ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം, നല്ല കമ്പനി കൊടുക്കണം, അല്ലേ? ഒരു നല്ല ഗുഡ് കമ്പനി, ഹി വാണ്ട് എ ഗുഡ് കമ്പനി ആൻഡ് ഗീവ് ഹിം എ ടേസ്റ്റ് ഓഫ് ദി വേൾഡ്. ആൻഡ് ഹി ഓൾസോ വാണ്ടഡ് ടു ഗിവ് എ ടേസ്റ്റ് ഓഫ് ദി വേൾഡ്. നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് അറിയണം അവനെ. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കണം, ഒരു ടേസ്റ്റ് കൊടുക്കണം. ആ ടേസ്റ്റ് എവിടെ ഇവർക്ക് കിട്ടുള്ളൂ, ഈ ക്ലബ്ബിൽ നിന്ന് കിട്ടുള്ളൂ. ആര് പറയണത്? ഈ റെപ്റ്റൈൽ, ഓൾഡ് ഡിക് റെപ്റ്റൈൽ പറയണം. ഡിക് റെപ്റ്റൈൽസ് ഓഫൻ ബ്രിങ്സ് ഹിസ് നെഫ്യൂ, എ യങ് മാൻ ഓഫ് 18, ടു ദ ക്ലബ്. ദ അങ്കിൾസ് ഇൻറ്റൻഷൻ ഈസ് ടു എക്സ്പോസ് ദ നെഫ്യൂ ടു ഗുഡ് കമ്പനി, റിഫൈൻഡ്, റെസ്പെക്റ്റബിൾ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, അല്ലേ? അങ്ങനെ കൊണ്ടുള്ള കാരണം എന്താണ്, ഇവരാകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നല്ലൊരു സൊസൈറ്റിയിലും കുറച്ചൊക്കെ ഒരു മുകളിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവർക്ക് എന്തേ പറ്റും, കുറച്ചും കൂടി കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാൻ വെച്ചിട്ടാണ് ഇവനെ എന്ത് ചെയ്യുന്നത്, ഇവരുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് പ്രൊവൈഡ് ഹിം വിത്ത് എ ടേസ്റ്റ് ഓഫ് ദി വേൾഡ്, ഇൻസൈറ്റ് ഇൻ ടു സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് അഡൾട്ട് ലൈഫ്, അല്ലേ? എന്താണ്, എനിക്ക് നിങ്ങൾ ഒരു അഡൾട്ട് ലൈഫിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കണമെങ്കിലും എന്ത് ചെയ്യണം, ഈ ക്ലബിലേക്ക് വന്ന് ഇവരുടെ സംസാരം കേട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ രീതിയിൽ സംസാരിക്കാൻ ഒരു ഇത് അവന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ he brings his nephew to the club. Okay, this suggests Dick Reptile sees the club as a wholesome environment for learning social skills and worldly wisdom. Why he brings his nephew to the club? Because he sees the club as a wholesome environment. ഒരു എല്ലാം ഒരു ഒത്തുകൂടിയ, എല്ലാം ഒരു ഒത്തിണങ്ങിയ ഒരു സ്ഥലമായിട്ട് ആര് കാണുന്നത്, ഈ റെപ്റ്റൈൽ ട്രംപറ്റ് ക്ലബിനെ കാണുന്നത് കേട്ടോ. ക്ലിയർ അല്ല ഈ ലൈന്? അടുത്തേക്ക് പോവാം. ദിസ് യങ് ഫെലോ സിറ്റ്സ് ജനറലി സൈലൻറ്റ്. ഈ കുട്ടി എന്താണ്, സൈലൻ്റ് തന്നെയാണ്. ബട്ട് വെനെവർ ഹി ഓപ്പൺസ് ഹിസ് മൗത്ത് ഓർ ലോവ്സ് അറ്റ് എനിത്തിങ് ദറ്റ് പാസസ്, ഹി ഈസ് കോൺസ്റ്റൻ്റ്ലി ടോൾഡ് ബൈ ഹിസ് അങ്കിൾ ആഫ്റ്റർ ഡോക്ടർ മാൻ, ആ ജാക്ക് യു യങ് മെൻ തിങ്ക് ആസ് ഫൂൾസ്. അപ്പോൾ അവൻ്റെ പേര് കിട്ടി. എന്താ അവൻ്റെ പേര്? വാട്ട് ഈസ് നെയിം? ജാക്കാണ് കുട്ടിയുടെ പേരിട്ടോ, മറന്നു പോകണ്ട. The nephew is described as reserved, mostly observing and rarely speaking. When he does speak or laugh, his uncle teases him with a remark, "Oh, young men, think as fools, but we old people know that you are the ones who are foolish." അപ്പോൾ എന്തെങ്കിലും ജോക്ക് പറയുന്ന സമയത്ത് ഓൻ ചിരിക്കുമല്ലോ, ഓൻ ചിരിക്കുന്ന സമയത്തോട് പറഞ്ഞ വേർഡാണത്. "Oh, I Jack, you young men think as fools, but we old men know you are." ഞങ്ങൾക്ക് കാര്യങ്ങളായ നമുക്കറിയാം, നിങ്ങൾ ചിന്തിക്കേണ്ട, ഞങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, we are fools, but we know that you are the one who
ആർ ഫൂളിഷ് അല്ലേ? ഇത് പറയണം നിങ്ങളാണ് ഫൂളിഷ് നമുക്കറിയാം, പക്ഷെ നിങ്ങളാണ് ചിരിക്കുന്നു വേണം ആരോട് പറയണേ? ഇവൻ്റെ നെഫ്യൂനോട് ഈ റെപ്റ്റൈൽ പറയുന്നുണ്ട്. അപ്പോൾ ദീസ് ഹ്യൂമറസ് റിമാർക്ക് ഹൈലൈറ്റ്സ് ദിസ് ജനറേഷണൽ ഗ്യാപ്പ് ആൻഡ് സജസ്റ്റ് എ പ്ലേഫുൾ ഡൈനാമിക് ബിറ്റ്വീൻ ദ അങ്കിൾ ആൻഡ് നെഫ്യൂ. അത്രയേ ഉള്ളൂ, അത്രയും ഒന്നും പറയാനില്ല. ക്ലിയർ അല്ലേ ഈ ലൈൻസ്? ഓക്കെ റൈറ്റ്. ദ ഗ്രേറ്റസ്റ്റ് വിറ്റ് ഓഫ് അവർ കമ്പനി നെക്സ്റ്റ് ടു മൈ സെൽഫ് ഇസ് എ ബെഞ്ചർ. അപ്പോൾ 3 കഴിഞ്ഞു. ലാസ്റ്റ് അല്ല, ലാസ്റ്റ് വൺ. നാലാമത്തെ ആരാണ്? ബെഞ്ചർ. അഞ്ചാമത്തെ ആരാ? നരേറ്റർ ഹിംസെൽഫ്. ഓക്കെ, സോ ലാസ്റ്റ് വൺ ഈസ് ഹൂ? ബെഞ്ചർ. വാട്ട്സ് മീൻ ബെഞ്ചർ? ബെഞ്ചർ എന്താ? നമ്മൾ ഈ വക്കീൽ ഗുമസ്റ്റിനെ പറയില്ലേ? ഹി വാസ് അസോസിയേറ്റ് വിത്ത് ഇൻ നൈബറിംഗ് എ ബെഞ്ചർ ഓഫ് ദി നെയ്ബറിംഗ് ഇൻ who is in youth frequented the ordinaries about sharing crows and pretends to have been intimate with Jack Ogle. ഇത് പറയുന്നത് വെച്ചാൽ another member described as the greatest wit after the narrator is a bencher. അത് പറയണ്ടേ? the greatest wit of our company next to myself. എന്താ? ഞാനാണ് ഏറ്റവും വലിയ വിറ്റ്, ഞാൻ ഏറ്റവും ഇൻ്റലക്ച്വൽ ആൾ ഞാനാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ അടുത്ത ആരാണ്? ഹൂ ഇസ് നെക്സ്റ്റ് വൺ ആഫ്റ്റർ മീ? ബെഞ്ചറാണ്. ഞാൻ കഴിഞ്ഞ അടുത്ത ആളാണ് ബെഞ്ചറാണ്. അപ്പോൾ അതൊക്കെ നോട്ട് വെക്കണം. ഇതൊക്കെ എക്സ്ട്രാ ഇത് പോയിൻ്റ് അതൊക്കെ നോട്ട് വെക്കണം കേട്ടോ. Another member described as the greatest wit after the narrator is a bencher, a senior member of an inn of court, a professional association for barriers. ഇയാളെന്താണ്? ഒരു ബാരിയേഴ്സിൽ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഒരു മെമ്പറാണ്. ആരെയും ബെഞ്ചർ എന്ന് പറയുന്ന ആൾ. ഇൻ ഹിസ് യൂത്ത് ഹി വാസ് റെഗുലർ അറ്റ് ദ ഓർഡിനറീസ്. ഓർഡിനറീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇപ്പോഴത്തെ നിലവിലെ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, ആ സിസ്റ്റമാണ് അന്നത്തെ സിസ്റ്റമാണ്. ഓർഡിനറീസ് മീൻസ് കോമൺ ഡൈനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. നമ്മളൊരു കോമൺ ഡൈനിങ് ഒരു ഏരിയകൾ ഉണ്ടാവല്ലോ, ദാറ്റ്സ് മീനിങ് ഓഫ് ഓർഡിനറീസ്. അറൗണ്ട് ചെറിങ് ക്രോസ്. ചെറിങ് ക്രോസ് ഒരു സ്ഥലമാണ്, ലണ്ടനിലെ സ്ഥലമാണ് കേട്ടോ. ചെറിങ് ക്രോസ് എസ് എൻ ലൊക്കേഷൻ ഇൻ ലണ്ടൻ. ഹി വാസ് എന്താണ്? ഇൻ ഹിസ് യൂത്ത് ഹി വാസ് റെഗുലർ അറ്റ് ദ ഓർഡിനറീസ്. അതായത് ആ സമയത്ത് ഇയാൾ എന്തായിരുന്നു? എല്ലാ ഡൈനിങ്ങിലും എല്ലാ സംഭവങ്ങളും എല്ലായിടത്തും എത്തുന്ന ഒരാളായിരുന്നു. ആരെ? ഈ ബെഞ്ചർ എന്ന് പറയുന്ന ആൾ. ആൻഡ് ഹി ക്ലെയിംസ് ദാറ്റ് ടു ഹാവ് ബീൻ ക്ലോസ് ഫ്രണ്ട് വിത്ത് ജാക്ക് ഓഗൽ. ജാക്ക് ഓഗൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നൊട്ടോറിയസ് ക്രിമിനലായിരുന്നു, ലൈക്ക് എ നൊട്ടോറിയസ് ഓർ കളർഫുൾ ഫിഗർ ഓഫ് ദ ടൈം. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ നിലവിൽ എന്താണ് ഒരു ബോംബെയിൽ സംഘായിട്ടുള്ള ആരാണ്? ഞങ്ങളുടെ പേരെന്തായിരുന്നു? ബോംബെയിൽ ആളുണ്ടല്ലോ, പേര് കിട്ടുന്നില്ല പഠിച്ചോനെ. ഒരു ധാരാവിയിലുള്ള എന്താണ് പേര്? എല്ലാവർക്കും അറിയില്ലേ? ദാവൂദ് ഇബ്രാഹിം. അങ്ങനെ പറഞ്ഞ പോലെ ആ സമയത്ത് കണ്ട ഒരാളായിരുന്നൊരു ജാക്ക് ഓഗിൾ. സോ ഹി സേസ് ദാറ്റ് ഐ ആം ഫ്രണ്ട് ഓഫ് ജാക്ക് ഓഗിൾ. എനിക്ക് ജാക്ക് ഓഗിൾ നല്ല പരിചയമുണ്ട്. ഹി വാസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ലൈക്ക് എ നൊട്ടോറിയസ് ഓർ കളർഫുൾ ഫിഗർ ഓഫ് ദ ടൈം, ആഡിങ് എ സെൻസ് ഓഫ് നൊസ്റ്റാൾജി ആൻഡ് സെൽഫ് ഇമ്പോർട്ടൻസ് ടു ഹിസ് ക്യാരക്ടർ. അല്ലേ? അങ്ങനെ പറയുമ്പോൾ എന്താണ്? കുറച്ച് വലിയ ആളെന്ന് തോന്നുന്ന ആർക്ക് വരും? ബാക്കിയുള്ളവർക്ക് വരും അല്ലേ? ക്ലിയർ ആണോ ഈ ഒരു ലൈൻസ്? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാം. ബെഞ്ചർ എന്താ പറയുന്നത്? ബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സീനിയർ മെമ്പർ ഓഫ് എ കോർട്ട്. ഇൻ ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലീഗൽ അസോസിയേഷൻസ് ആണ്. അതായത് നമ്മൾ കോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഈസ് നോട്ട് എ അഡ്വക്കേറ്റ് അല്ല, നമ്മൾ വക്കീൽ ഗുമസ്തന്മാർ എന്ന് പറയില്ലേ? എ പ്രൊഫഷണൽ അസോസിയേഷൻ ഫോർ ബാരിസ്റ്റേഴ്സ്. ബാരിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ ഈ ഒരു ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരാണ് എന്ത് ബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഈസ് നോട്ട് അഡ്വക്കേറ്റ് ബട്ട് ലൈക്ക് എൻ അഡ്വക്കേറ്റ് അങ്ങനെ പറയാം ബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഓക്കെ. He has about 10 ditches of Hudibras without book and never leaves the club till he has applied the mode. Hudibras എന്ന് പറഞ്ഞാൽ സാം ബട്ട്ലറുടെ വർക്കാണ്. സാം ബട്ട്ലർ ഈ ഹുഡിബ്രാസ് എന്ന വർക്കിൽ 10 ditches എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ലൈൻസ് 2 ലൈൻ വേഴ്സ് ആണ്. അത് ഇയാൾക്ക് മനപ്പാടാണ്. അത് അയാൾ എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ദ ബെഞ്ചർ ഹാസ് മെമ്മറൈസ്ഡ് അബൌട്ട് 10 ditches. മറന്നു പോകേണ്ട, 10 ditches ആണ് കേട്ടോ. ഫ്രം ഹൂഡിബ്രാസ് എ സറ്റാരിക്കൽ പോയം ബൈ സാമുവൽ ബട്ട്ലർ. ഒരു സറ്റാരിക്കൽ പോയമാണ് ഹൂഡിബ്രാസ്. ആ വർക്കിൽ കുറച്ച് ലൈൻസ് ഇയാൾക്ക് എന്തുണ്ട്? അയാൾക്ക് ബൈ ഹാർട്ടാണ്. 10 ditches ഇയാൾക്ക് ബൈ ഹാർട്ടാണ്. ഹി യൂസസ് ദീസ് മെമ്മറൈസ്ഡ് ലൈൻസ് ഇൻ കോൺവെർസേഷൻ അറ്റ് ദ ക്ലബ് എൻഷുറിങ് ഹി കോഡ്സ് ഓൾ ഓഫ് ദം ബിഫോർ ലിവിങ് ഈച്ച് നൈറ്റ്. ഇയാളിത് എല്ലാവരും കിടന്നുറങ്ങണ മുന്നേ, എല്ലാവരും ഉറങ്ങണ മുന്നേ എല്ലാ ദിവസവും എന്ത് ചെയ്യും? ഈ 10 ലൈൻസ് ഇയാൾ ചൊല്ലി കേൾപ്പിക്കും എല്ലാവരെയും. അത് ഇയാളൊരു റൊട്ടീൻ, ഒരു ഹാബിറ്റാണ് ഇയാൾ ചങ്ങേൻ്റെ. ആരുടെ ഹാബിറ്റാണ് സാധനം? ആരുടെ ഹാബിറ്റാണോ? ബെഞ്ചറുടെ ഹാബിറ്റാണ്. ഓക്കെ. ഇഫ് എനി മോഡേൺ വിറ്റ് be mentioned or any town frolic spoken of, he shakes his head at the dullness of the present age and tells us a story of Jack Ogle. അല്ലേ?
ആ സമയത്ത് ആരെങ്കിലും വെൻ ദ ക്ലബ് ഡിസ്കസസ് കണ്ടംപററി ഹ്യൂമർ ഓർ ഇവൻറ്റ്സ്, ഇയാൾ ഈ പറഞ്ഞ സമയത്ത് ഇയാൾ എന്തെങ്കിലും ആ സമയത്താണ് എന്തെങ്കിലും ഇവൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ പറയും ദ ബെഞ്ച് ഡിസ്മിസസ് ദം ആസ് ഡൾ ഓർ ഇൻഫീരിയർ ടു ദോസ് ഓഫ് ഹിസ് യൂത്ത്. അല്ലേ? ഇയാൾ പറയും ഇതിനേക്കാൾ നല്ല ജാക്കോബിന് ഒരുപാട് സ്റ്റോറീസ് നമ്മളെ കയ്യിലുണ്ട്, ഇതൊക്കെ വെരി ഡള്ളാണ്, ഇതൊന്നും അത്ര നല്ലതല്ല എന്ന് പറയാറ് ഈ ബെഞ്ചിൽ പറയും. അല്ലേ? For my own part, I am esteemed among them because they see I am something respected by others. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. The narrator acknowledges that the club members value him primarily because others outside the club respect him. അല്ലേ? അതൊക്കെ പോട്ടെ, പക്ഷെ ഇവരെന്നെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള കാര്യം എന്തുകൊണ്ടാണ്? വൈ ദേ ആർ റെസ്പെക്റ്റിംഗ് മീ? ബിക്കോസ് വാട്ട് ഇസ് ദ റീസൺ? I am something respected by others. So the narrator acknowledges that the club members value him primarily because others outside that the club respect him. അല്ലേ? ക്ലബിന് പുറത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇയാളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഇവർ ഈ ക്ലബിലുള്ള ബാക്കി 4 മെമ്പേഴ്സും റെസ്പെക്ട് ചെയ്യുന്നത് മനസ്സിലാക്കണം. The suggestion their regard for him is based on more external validation than on his direct contribution to the club dynamics. ഓക്കെ, അല്ലാണ്ട് ഈ ക്ലബിനോടുള്ള ഇയാളുടെ താല്പര്യം കൊണ്ട് മാത്രമല്ല, പുറത്തുനിന്ന് ഇയാൾക്ക് ഒരു പബ്ലിക് ഫിഗറാണ്, അതുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഇവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. Okay. Yes, sir. Though at the same time I understood by their behavior, but I am considered by them as a man of great deal of learning but no knowledge of the world. അപ്പോൾ ഇയാൾ വേറെ കാര്യം പറയുന്നുണ്ട്. Why the narrator is recognized for his learning, intellectual achievements or education, the members see him as a lacking practice, experience or knowledge of the world. ഇയാൾ പറയുന്നുണ്ട് എനിക്ക് ഇൻ്റലക്ച്വൽ ഉണ്ടെങ്കിലും അവരുടെ കണ്ണിൽ ഞാൻ എന്തല്ല, ഐ എം നോട്ട് എക്സ്പീരിയൻസ്ഡ്. അല്ലേ? എനിക്കെന്തില്ല, ഐ ഡോണ്ട് ഹാവ് ദ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓർ നോളേജ് ഓഫ് ദി വേൾഡ്. ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് എനിക്ക് എന്തില്ല ഇല്ല. ഈ മെമ്പേഴ്സിൽ ഒരു പൊതുവേ ഒരു ധാരണയുണ്ടെന്ന് ആര് പറയണേ? ഈ നെറേറ്റർ പറയാണ്. This perception portrays him as a scholar detached from everyday realities, which adds humorous contrast to the practical wisdom valued by the other members. മറ്റുള്ള മെമ്പേഴ്സ് പറയുന്നതാണ് ഇയാൾക്ക് എന്തേ ഉള്ളൂ, കുറച്ച് വിറ്റും കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷേ ഇയാൾക്ക് എന്തില്ല, ഐ ഡോണ്ട് ഹാവ് ദി നോളേജ് ഓഫ് ദി വേൾഡ്. പുറത്തുള്ള ലോകത്തെക്കുറിച്ച് ഇവർ ഇയാൾക്കില്ല, നെറേറ്റർക്ക് ഇല്ല എന്ന് പറയണം ആര്? മെമ്പേഴ്സ്. അങ്ങനെ സംഭവം ആർക്കറിയാം? ഈ നെറേറ്ററിനെ അറിയാം. അതാണ് നെറേറ്റർ പറയണത്. In so much that the major sometimes in the height of his military pride calls me the philosopher. അപ്പോൾ ചില സമയങ്ങളിൽ ഈ മാച്ച് ലോക്ക് എന്ന് പറയുന്ന ഈ മേജർ മാച്ച് ലോക്ക് ഉണ്ടല്ലോ, ഇയാൾ എന്ത് വിളിക്കും? ഹീ കോൾഡ് ഫിലോസഫർ ടു ഹൂം. ആരെ വിളിക്കും ഫിലോസഫർ എന്ന്? നരേറ്റർ വിളിക്കും കേട്ടോ. മേജർ മാച്ച് ലോക്ക് ഡ്രിവൻ ബൈ ഹിസ് മിലിറ്ററി പ്രൈഡ് ജോക്കിംഗ്ലി റെഫേഴ്സ് ദ നരേറ്റർ ആസ് ദി ഫിലോസഫർ. ഫിലോസഫറിന് ആര് വിളിക്കും? നമ്മളെ ഈ നരേറ്റർ വിളിക്കാറുണ്ട്. ആര് വിളിക്കും? ആരെ വിളിക്കുക? ആരാ മക്കളെ വിളിക്കുക? മേജർ മാച്ച് ലോക്ക്. ഓക്കെ. And Sir Geoffrey no longer ago than last night, upon a dispute what day of the month I was then in Holland, pulled his pipe out of his mouth and cried, "What does the scholar say to it?" ഒരു ദിവസം വന്നപ്പോൾ സർ ജെഫ്രി പറയുന്നുണ്ട് നോ ലോങ് ദാറ്റ് ലെസൺ. സർ ജെഫ്രി ഡ്യൂറിങ് എ ഡിസ്കഷൻ അബൌട്ട് ദ കലണ്ടർ ഇൻ ഹോളണ്ട് ഹ്യൂമറസ്ലി ഡിഫേഴ്സ് ഇൻ ദ നരേറ്റർ ബൈ ആസ്കിങ് വാട്ട് ഡസ് എ സ്കോളർ സേ ടു ഇറ്റ്. നരേറ്റർ പറഞ്ഞപ്പോൾ ഹോളണ്ടിനെ കുറിച്ച് ഒരു കലണ്ടറെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഹ്യൂമറസ്ലി ഡിഫേഴ്സ് നരേറ്റർ ബൈ ആസ്കിങ്. നരേറ്റർ ചോദിക്കുന്നുണ്ട് വാട്ട് ഡസ് സ്കോളർ സേ ടു ഇറ്റ്. ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ആ കലണ്ടറെ കുറിച്ച് എന്താ പറഞ്ഞത്? വാട്ട് അബൌട്ട് ദെയർ വ്യൂസ് ഓൺ ദിസ് കലണ്ടർ? ആര് ചോദിക്കണേ? നരേറ്റർ ചോദിക്കുന്നുണ്ട്. ദിസ് മൊമെൻറ്റ് ഇല്ലസ്ട്രേറ്റ്സ് ദ നരേറ്റേഴ്സ് റോൾ ആസ് എ ഗ്രൂപ്പ് ഇന്റലക്ച്വൽ അതോറിറ്റി വൈൽ ഓൾസോ എംഫസൈസിങ് ദ ലൈറ്റ് ഹാർട്ടഡ് ഓൾമോസ്റ്റ് ഡിസ്മിസീവ് ടോൺ ഇൻ വിച്ച് ഹിസ് നോളജ് ഇസ് ട്രീറ്റഡ്. അങ്ങനെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇവരൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇയാൾ ചോദിക്കണേ ആ സംഭവത്തെക്കുറിച്ച് സ്കോളേഴ്സൊക്കെ എന്താ പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇയാൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളൊരു സംഭവം കാണിക്കാൻ വേണ്ടിയാണ്, അല്ല വേറൊന്നും വേണ്ടിയിട്ടല്ല. ഹീസ് നോ സംതിങ് ദാറ്റ് ഹി വാണ്ടഡ് ടു എക്സ്പ്രസ് ടു ദി അതർ മെമ്പേഴ്സ്. ഓക്കെ. അവർ ക്ലബ് മീറ്റ്സ് പ്രിസൈസ്ലി അറ്റ് 6 o'clock in the evening. ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെച്ചോളി. എപ്പോഴാണ് ഇവരുടെ മീറ്റിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവർ ക്ലബ് എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്? ഷാർപ്പ് 6 o'clock ഇവരുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഐ ഡിഡ് നോട്ട് കം ലാസ്റ്റ് നൈറ്റ് ടിൽ ഹാഫ് ആൻ അവർ ആഫ്റ്റർ 7. പക്ഷെ ഞാൻ എപ്പോഴാണ് വന്നത്? കഴിഞ്ഞ ദിവസം എപ്പോഴാണ് വന്നത്? ഞാൻ വന്നപ്പോൾ എത്രയായിട്ടുണ്ട് സമയം? 7:30 ഞാൻ എത്തിയിട്ടുള്ളത്. വൈ ഹി വാസ് ലേറ്റ്?
by which means I escaped the battles of Nasby, which the major usually begins at about 3/4 after 6. ഒരു മേജർ മാച്ച് ലോക്ക് നമ്മളെ ഈ ക്ലബ്ബിൽ അയാൾ എന്ത് ചെയ്യും, അയാൾ എല്ലാ ദിവസവും ഒരു 6-6:45 സമയത്ത് എന്ത് ചെയ്യും, വാട്ട്സ് 3/4 after 6. 3/4 after 6 എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട്സ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, 1/4. അപ്പോൾ ഒരു മണിക്കൂർ 1/4 എത്ര, 15 minutes. അപ്പോൾ അബൌട്ട് 3/4 after 6 എന്ന് പറയുമ്പോൾ 6 മണിക്ക് ശേഷം 3 ക്വാർട്ടർ കഴിഞ്ഞ് 6:45 അല്ലേ, 6:45 കറക്റ്റിന് എന്ത് വരും, ഇയാൾ ബാറ്റിൽ ഓഫ് നാസ്ബി, എവിടെയോ നടന്നൊരു നാസ്ബി എന്നൊരു ബാറ്റിനെ കുറിച്ച്, യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും. അത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് വന്നപ്പോൾ 7:30 ആ ക്ലബിലേക്ക് എത്തിയത്. അതാണ് ആര് പറഞ്ഞത്, ഈ നരേറ്റർ പറയുന്നത്. ക്ലിയർ ആണോ? ദ ക്ലബ് ഹാസ് എ ഫിക്സ്ഡ് മീറ്റിംഗ് ടൈം ബട്ട് ദ നരേറ്റർ അറൈവ്ഡ് ലേറ്റ് ഓൺ ദിസ് ഒക്കേഷൻ. ദിസ് ലേറ്റ്നെസ് inadvertently allowed him to avoid listening to the major's habitual recounting of the Battle of Naseby, a famous civil war battle in England, which starts predictably around the same time every evening. Clear alle? Doubt illalo? Clear. Okay, right. Very good. I found also that my good friends that Benjer had already spent 3 of his ditches and only waiting an opportunity to hear a sermon spoken of, that he might introduce the couplet where a stick rhymes to ecclesiastic. അപ്പോൾ അറൈവൽ, അപ്പോൾ ഇയാൾ നമ്മൾ ക്ലബിലേക്ക് എത്തി. അപ്പോൾ എന്ത് ചെയ്യണ്ടേ, ദ നരേറ്റർ നോട്ടീസസ് ദാറ്റ് ദ ബെഞ്ചർ ആൻഡ് ദ ക്ലബ് മെമ്പർ ഹാസ് ഓൾറെഡി ഷെയർഡ് 3 of his favorite 2 lines first ditches. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി 3 ലൈൻസ് പാടിയിട്ടുണ്ട്. എന്ത്, വാട്ട് ഹീസ് സങ്, വാട്ട് ഹി ഹാസ് സങ്, ഹൂഡിബ്രാസിലെ 3 ലൈൻ ഡിച്ചസ് ഓൾറെഡി പാടിയിട്ടുണ്ട്. ഹൗവർ ദ ബെഞ്ചർ ഹാസ് 1 particular rhyme in mind that he hasn't shared yet. പക്ഷെ ഒരു റൈമും കൂടി ഇയാളെ മനസ്സിലുണ്ട്, അത് ആരോടും ഇയാൾ പറഞ്ഞിട്ടില്ല. ബട്ട് ഹി വാണ്ടഡ് ടു സേ ദാറ്റ് ഹി ഈസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ someone to mention the topic of a sermon. What sermon? sermon എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റി ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രീച്ച് ചെയ്യാൻ നടത്തൂലേ, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും തുടങ്ങി കിട്ടുകയാണെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യുക, ഈ സംഭവം പറയാൻ വെച്ച് നിൽക്കണ ഇയാൾ. The reason for this is that his rhyme cleverly links the words a stick to ecclesiastic, a term referring to something related to the church or clergy. കാരണം ആരെങ്കിലും ഈ സെർമണെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ട് പാടാം. വൈ, വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് എന്നുള്ള സെർമൺ പറയാനുള്ള കാരണം എന്തുകൊണ്ടാ, ബിക്കോസ് ദ റൈം ഈസ് റിലേറ്റഡ് ടു വാട്ട്, എന്തുകൊണ്ട് റിലേറ്റ് ചെയ്തതാണ്, ക്ലർജി ഓർ ചർച്ചോ ക്ലർജിയോ റിലേറ്റ് ചെയ്ത സാധനങ്ങൾ അടുത്ത് പാടാൻ പോകുന്നത്. ദാറ്റ്സ് വൈ ഹി സേസ് ദാറ്റ് ഹി ഈസ് വെയിറ്റിംഗ് ഫോർ സം വൺ ടു വാട്ട് ഹി വാസ് വെയിറ്റിംഗ്. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, എന്തിനാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്, എന്തിനോടാണ് വെയിറ്റ് ചെയ്യുന്നത്, വൈ വാസ് വെയിറ്റിംഗ്, ഹി ഈസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ സം വൺ ടു മെൻഷൻ ദ ടോപ്പിക് ഓഫ് എ സെർമൺ. അവിടെ കറക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ നോക്കി വായിച്ചാൽ പോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സെർമൺ തുടങ്ങാൻ വേണ്ടി കാത്തു. ഇയാൾ ഓടി 3 ലൈൻ പാടി, പിന്നെ ഞങ്ങൾക്ക് പാടാൻ വയ്യ, പിന്നെ അത് നിർത്തി. ദെൻ വൈ ഹി വാസ് വെയിറ്റിംഗ്, ഹി വാസ് വെയിറ്റിംഗ് ഫോർ സം വൺ ടു സ്റ്റാർട്ട് എ സെർമൺ. അല്ലേ, എന്തെങ്കിലും ഒരു ക്ലർജി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനം തുടങ്ങി കിട്ടിയാൽ എന്ത് ചെയ്യാം, ഇയാൾ മനസ്സിലുള്ള 2 ലൈൻ ഇപ്പോൾ പാടാൻ പറ്റും അല്ലേ. അങ്ങനെ a term referring to something related to the church of clergy. This suggests that the Benjer enjoys showing off his clever wordplay and is looking for the right moment to introduce his rhyme in the conversation naturally. അതായത് ഒരു രീതിയാണ്, എന്തെങ്കിലും സംഭവം തുടങ്ങുമ്പോൾ എന്തെങ്കിലും സംഭവം റിലേറ്റീവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇയാളുടെ കയ്യിലൊക്കെ അങ്ങനെ എടുത്ത് ഛർദ്ദിക്കും. അയാളുടെ സിസ്റ്റമാണ്. At my entrance into the room, they were naming a red petticoat and a cloak, by which I found that a Benjer had been diverting them with a story of Jack Ogle. അപ്പോൾ narrator deduces that the members are discussing a tale about Jack Ogle, a notorious figure known for his escapades, as indicated by the mention of a red petticoat and a cloak. These details are likely as props in one's Benjer well-worn anecdotes. ആരൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇയാളൊരു കഥ പറയാൻ തുടങ്ങി. ഫോർ ഹൂം, ഇയാളുടെ ജാക്കോബിനെ കുറിച്ച് ബെഞ്ചർ പറഞ്ഞിട്ട്, ജാക്കോബിൻ്റെ ഫ്രണ്ടാണല്ലോ, അങ്ങനെ ഈ ജാക്കോബിൻ്റെ കുറച്ച് കഥകളൊക്കെ പറയാൻ തുടങ്ങുകയാണ്. സോ വാട്ട് ഈസ് ദി തീം ഇൻ ദറ്റ് സ്റ്റോറി? ആരൊക്കെ ഉണ്ട്, റെഡ് പെറ്റിക്കോട്ട് ആൻഡ് ക്ലോക്ക്. റെഡ് പെറ്റിക്കോട്ടും ഉണ്ട്, ഒരു ക്ലോക്കിനെ കുറിച്ച് പറയുകയാണ് ആര്, ബെഞ്ചർ. അത് ആരുടെ സ്റ്റോറിയാണ്, ആരുടെ സ്റ്റോറിയാ, ജാക്കോബിനെ ബന്ധപ്പെട്ടുള്ള സ്റ്റോറി ഇയാൾ പറയും തുടങ്ങുകയാണ്. വൈ? ബിക്കോസ് ദേ ആർ നോട്ട് റെഡി ടു, നോ വൺ ഈസ് ഷെയറിങ് സംതിങ് റിലേറ്റഡ് ടു സെർമൺ അല്ലേ, അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലായിട്ട്
ഇയാൾ ഈ സംഭവം തുടങ്ങി. ഓക്കെ, ക്ലിയർ അല്ലേ ഈ സ്ലൈഡ്? ഡൗട്ടൊന്നുമില്ലല്ലോ? Clear. ഓക്കെ. Yes, sir. I had no sooner taken my seat, but Sir Geoffrey, to show his goodwill towards me, gave me a pipe of his own tobacco and stood up the fire. ഞാൻ ഇരുന്നിട്ടില്ല, ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു, ജെഫ്രി വന്ന് എന്തോ ഒരു സാധനം കൈ തന്നു. എന്താ തന്നത്? ഹാസ് ഗിവൻ ഹിസ് പൈപ്പ് ഓഫ് ഹിസ് ഓൺ ടൊബാക്കോ. അത് പൈപ്പ്, പൈപ്പ് ഓഫ് ഹിസ് ഓൺ ടൊബാക്കോ. ആ സമയത്തൊക്കെ എന്തല്ല, ഇപ്പോഴത്തെ പോലെ സിസറും ഫിൽറ്ററും ആ സമയത്തില്ല. അവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഒരു കിലുക്കം പടം കണ്ടിട്ടുണ്ടോ? കിലുക്കം മോഹൻലാലിൻ്റെ. അത് നമ്മളെ തിലകൻ തിലകനല്ലേ? തിലകൻ വലിക്കുന്നുണ്ട് ആ സാധനം. നല്ല ഓർമ്മ ഉണ്ട് എനിക്ക് ആ സാധനം. അതാണ് പൈപ്പ് എന്ന് പറഞ്ഞ സാധനം. അതിലൊരു നമ്മൾ കുറച്ച് ടൊബാക്കോ നമ്മൾ കെട്ടിട്ട് കത്തിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വലിക്കും. സോ ആസ് സൂൺ ആസ് ദ നരേറ്റർ സിറ്റ്സ് ഡൗൺ, സർ ജെഫ്രി, അനദർ മെമ്പർ ഓഫ് ദ ക്ലബ്, extends a gesture of hospitality by offering his tobacco and stirring the fire to make the room more comfortable. ഇയാൾ എന്ത് ചെയ്തു, ഇയാളെ ടൊബാക്കോയും കൊടുത്തു. അതുപോലെ തന്നെ അന്ന് ഫയർ കത്തിക്കാനുള്ള ചാൻസ് ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തത്? നരേറ്റർ കൊടുത്തു. I look upon it as a point of morality to be obliged by those who endeavor to oblige me, and therefore, in requital for his kindness and to set the conversation going, I took the best occasion I could not put him upon telling as the story of old Gandlet, which he always does with the very particular concern. വെറുതെ അല്ല ഈ ചങ്ങായി എന്ത് കൊടുത്തത്, ഈ സംഭവം രണ്ടും കൊടുത്തത്. What's the reason? The narrator feels morally compelled to reciprocate Sir Geoffrey kindness. അല്ലേ, ഒരു സാധനം കൂടി നമുക്ക് എന്ത് കിട്ടും, തിരിച്ചു ഞങ്ങൾ കൊടുക്കണമല്ലോ, അതൊരു മര്യാദ ആണല്ലോ. So, to return the favor, he actually steers the conversation towards one of Sir Geoffrey's favorite stories, the tale of old Ganlet. ഇയാൾ എന്ത് സമ്മതിക്കണം? He wanted to tell a story, അല്ലേ? എനിക്ക് സ്റ്റോറി പറയണം. ആ സബ്ജക്റ്റ് എന്താ സൈലൻറ്റ്, എന്നെക്കുറിച്ച് സ്റ്റോറി ഒക്കെ പറയണത്? ദ ഓൾഡ് ഗാൻലെറ്റിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ് എനിക്ക് പറയേണ്ടത്. ഓക്കെ. He traced up his descent on both sides for several generations, describing his diet and manner of life with his several battles and particularly that in which he fell. ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുകയാണ് ഈ ഓൾഡ് ഗാൻലെറ്റിനെ കുറിച്ചുള്ള. Sir Geoffrey is telling the story of old Ganlet's life, tracing his family history on both sides for several generations. He describes Ganlet's eating habits, lifestyle, and various battles he fought in, focusing especially on the final battle in which Ganlet died. അങ്ങനെ ഗാനറ്റിനെ കുറിച്ച് ഇങ്ങനെ പറയണ ഇയാൾ. ഗാനറ്റ് എന്തായിരുന്നു, ഒരു വലിയ ആളായിരുന്നു. ഹി വാസ് ട്രേസിങ് ഹിസ് ഫാമിലി ഹിസ്റ്ററി. ഒരു വലിയ ഫാമിലിപ്പെട്ട ഒരാളായിരുന്നു ഈ ഗാനറ്റ്. ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഫോർ സെവറൽ ജനറേഷൻസ്. അവിടെ രണ്ട് സൈഡിൽ നല്ല ഒരു ജനറേഷൻ, നല്ല വലിയൊരു കുടുംബമായിരുന്നു ഈ ഓൾഡ് ഗാനറ്റിൻ്റേത്. ഹി ഡിസ്ക്രൈബ്സ് ഗാനറ്റ്സ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, എന്തൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ പറയുകയാണ് ഇയാൾ. ആൻഡ് ലൈഫ് സ്റ്റൈൽ പറയുന്നുണ്ട്. ആൻഡ് വേരിയസ് ബാറ്റിൽസ് ഹി ഫോട്ട്, ഒരുപാട് യുദ്ധങ്ങളൊക്കെ പങ്കെടുത്ത ആളാണ് ആര്, ഈ ഓൾഡ് ഗാനറ്റ്. ആൻഡ് ഹി ഫോട്ട് ഇൻ ഫോക്കസിങ് എസ്പെഷ്യലി ഓൺ ദ ഫൈനൽ ബാറ്റിൽ ഇൻ വിച്ച് ഗാനറ്റ് ഡൈഡ്. പിന്നെ ലാസ്റ്റ് എന്ത് പറഞ്ഞു, ലാസ്റ്റ് ഒരു യുദ്ധത്തിൽ ആര് മരിച്ചു, ഈ ഓൾഡ് ഗാനറ്റ് മരിച്ചു എന്നും പറയുന്നുണ്ട്, അല്ലേ? Foreshadowing. The nature of Gandalf is revealed in the next line, adding an ironic twist. A twist in that line. What is the twist? The Gandalf was a game cock. ആരല്ല, മനുഷ്യനല്ല, ആരായിരുന്നു? What's a game cock എന്താ? What's a game cock? നമ്മൾ ഈ കോഴിപ്പോരും പിന്നെ കോഴികളുണ്ടല്ലോ, നിങ്ങൾ ഗെയിം കോക്ക് എന്ന് വിളിക്കുക കേട്ടോ. ബിക്കോസ് വി നോ ദാറ്റ് ജെഫ്രി ലോസ് ഹിസ് ഓൾ വെൽത്ത് വിത്ത് 3 things. What 3 things? ഹൗൺസ്, എവിടെ ഹോഴ്സസ്, കോക്ക് ഫൈറ്റ്, അല്ലേ? അപ്പോൾ ഇയാൾ പറഞ്ഞ കഥ ആരെ കുറിച്ചിട്ടാണ്? ഒരു കോക്കിനെ കുറിച്ചുള്ള കഥ പറഞ്ഞു, ഒരു കോഴിയെ കുറിച്ചുള്ള കഥ ഇയാൾ പറയുന്നത്, അല്ലേ? ആ കോഴിയുടെ ജനറേഷൻസും ആ കോഴി എന്തൊക്കെ കഴിച്ചിരുന്നതും ആ കോഴി പങ്കെടുത്ത യുദ്ധങ്ങൾ. വാട്ട്സ് എ ബാറ്റിൽ? ഇസ് എ റിയൽ ബാറ്റിൽ അല്ലല്ലോ. വാട്ട്സ് എ ബാറ്റിൽ ബിറ്റ്വീൻ ദ കോക്സ്? അവർ തമ്മിൽ യുദ്ധമാണ്, രണ്ടുപേരും നമ്മൾ യുദ്ധമാണ് പറയുന്നത്, അല്ലാണ്ട് മനുഷ്യന്മാർ നമ്മൾ യുദ്ധമല്ല ഇവിടെ പറയുന്നത് കേട്ടോ. So, this Ganlet was a game cock upon whose head the knight in his youth had won 500 pounds and lost 2,000. This is that Ganlet was not a person but a game cock, a rooster bred for cockfighting. Sir Geoffrey had gambled heavily on this rooster in his youth, winning a substantial amount once but lost far more over time. ഇയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട്. So, what is the amount that he got? He had won 500 pounds, 500 പൗണ്ട് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇയാൾക്ക് എന്ത് പോയിട്ടുണ്ട്? ആൻഡ് ലോസ് 2,000. ഈ കോക്കോണിനെ
ഇയാൾക്ക് 2000 പൗണ്ട് പോയിട്ടുമുണ്ട്. ഓർത്ത് വെക്കട്ടോ, അത് ഞാൻ ആ സൈഡ് കൊടുത്തിട്ടില്ല, 500 കണക്ക് ഞാൻ കൊടുത്തിട്ടില്ല, ഓർത്ത് വെക്കാൻ മറന്നു പോകണ്ട. ഹി ഗോട്ട് 500 pounds ആൻഡ് ഹി ലോസ്റ്റ് എത്ര 2,000 pounds. This naturally set the major upon the account of Edgehill fight and ended in a duel of Jack Ogles. So Geoffrey's story about Danlet leads the major to recount his own tale about Battle of Edgehill. അടുത്തത് ജെഫറിൻ്റെ കഥ കഴിഞ്ഞു, ഇനി അടുത്ത ആരെ കഥ വരാൻ പോണത്? വാട്ട് ഈസ് നെക്സ്റ്റ് സ്റ്റോറി? മേജറുടെ മാച്ച് ലോക്കിൻ്റെ കഥ അടുത്ത് വരുന്നുണ്ട്. എന്താണ്? ബാറ്റിൽ ഓഫ് എഡ്ജിൽ അടുത്തൊരു ബാറ്റിൽ വരുന്നുണ്ട്. സഹിക്കാൻ വയ്യ നൈട്രൊക്കെ ഇതിലൂടെ കേട്ടിട്ടുണ്ട് അല്ലേ? അത് സിവിൽ വാർ ബാറ്റിൽ. ദി ഈവനിങ് ദീസ് ട്രാൻസിഷൻ ഇൻ അനദർ അനക്ഡോട്ട് അബൌട്ട് ജാക്ക് ഓഗിൾ ആക്ച്വലി ടോൾഡ് ബെഞ്ചർ. അയാളുടെ മേജർ ബാച്ച് ലോക്കിൽ കഴിഞ്ഞു, അടുത്ത കഥ ആര് വരാനുള്ളത്? ഹു ഈസ് നെക്സ്റ്റ് വൺ? ബെഞ്ചറിൻ്റെ കഥ കഴിഞ്ഞപ്പോൾ ആ ദിവസം കഴിഞ്ഞു. Old Reptile was extremely attentive to all that was said, though it was the same he had heard every night of these 20 years, and upon all occasions winked upon his nephew to remind what passed. Old Reptile listens listeningly to the stories, even though he has heard them repeatedly for 2 decades. He was hearing these stories for how many decades? 2 decades means 20 വർഷമായിട്ട് ഇയാൾ എന്തുണ്ട് ഈ കഥ മൊത്തം കേൾക്കുന്നുണ്ട് അല്ലേ? He frequently gestures to his young nephew, signaling him to pay attention and learn from the good company. ഇയാൾ എപ്പോഴും ഇയാൾ നെഫ്യൂട് പറയും, ഇതൊക്കെ കേട്ടിരുന്നോ, നിനക്ക് എന്ത് കിട്ടും, നിനക്ക് നല്ലൊരു ലെസൺസ് നിനക്ക് പഠിക്കാണ്ട്, കഥകളൊക്കെ ആരോട് പറയണ്ടേ? He was always signaling his nephew to attend very carefully. This may suffice to give the world a taste of our innocent conversation, which we spun out till about 10 of the clock, when my maid came to with the lanthorn to light me home. The narrator wraps up the description of the evening events, emphasizing the light-hearted and harmless nature of the club's discussion. അങ്ങനെയൊക്കെയാണ് ആ ക്ലബിന് ഡിസ്കഷൻ പോകുന്നത്. ആര് പറയണേ? നേരിട്ട് പോവാണ്. ദ ഗാദറിംഗ് എൻഡ്സ് അറൗണ്ട് 10 PM. എപ്പോഴാണ് ഇവിടെ സമയം കഴിയുന്നത്? ഈ ക്ലബ് എപ്പോഴാണ് എൻ്റെ എപ്പോഴാണ്? 10 PM. When it started? 6 PM. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഒക്കെ ഓർത്ത് വെച്ചോളിട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈമും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഒരു ടെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ നോക്കി പോകണം, അല്ലെങ്കിൽ നമുക്കൊരു സാധനം ഓർമ്മ ഉണ്ടാവില്ല. സോ ആഫ്റ്റർ സം ടൈം വെൻ ദിസ് മെയ്ഡ് അറൈവ്സ് വിത്ത് എ ലാൻറ്റേൺ ടു ഗൈഡ് ഹിം ഹോം. ഹു ഇസ് എ മെയ്ഡ്? അയാൾ വീട്ടിൽ സർവൻറ്റ് വന്നു. എന്തിന്? വീട്ടിൽ കൊണ്ടുപോകണമല്ലോ. ഒരു വാസ് ലാൻറ്റോൺ ഓർ ലാൻറ്റേൺ എന്താ ഒരു വിളക്ക്, നമ്മൾ ഒരു പെട്രോൾസ് വിളക്ക് പോലെ സാധനം റാന്തൽ കയറ്റി വന്നു. ആരെ കൊണ്ടുപോകാൻ വന്നു? നരേറ്ററെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നു. I must own it makes me very melancholy in company when I hear a young man begin a story, and have often observed that one of the quarter of an hour long in man of 5 and 20 gathers circumstance every time he tells it, till it grows into a long Canterbury Tales of 2 hours at the time is 60. Narrator expresses sadness when witnessing how storytelling habits can evolve over a lifetime. ഈ സ്റ്റോറി ഒരു കഥ പറച്ചിൽ എന്താണ്? ഒരു 25 ഇയറിൽ കുട്ടി ഒരാൾ പറയുന്ന പോലെയല്ല വെൻ ഇറ്റ് കംസ് ടു 60 years അല്ലേ? അത് അടുത്ത സ്ലൈഡിൽ പറയുന്നത്, എ ബ്രീഫ് സ്റ്റോറി ടോൾഡ് ബൈ 25-year-old ക്യാൻ ഗ്രാജുവലി എക്സ്പാൻഡ് ആസ് എ പേഴ്സൺ ഗ്രോസ് ഓൾഡർ അല്ലേ? ഒരു 25 വയസ്സ് മനുഷ്യന് പറയുന്ന പോലെയല്ല ഒരു 60 വയസ്സ് മനുഷ്യൻ പറയുന്നില്ല. It will expand and it will elaborate, it will grows older, becoming overly elaborate and exaggerated by the time they are 60. 25 വയസ്സിലൊരാൾ ഒരു സ്റ്റോറി ടെല്ലർ പറയുന്ന കഥ അയാൾ പറയുന്ന പോലെ ആവില്ല. എന്ത് ഒരു 60 വയസ്സിലൊരാൾ പറയുമ്പോൾ ആവില്ല അങ്ങനെ. കാരണം നല്ല മാറ്റം വരും. The mind of a man in a long life will become a magazine of wisdom or folly, and will consequently discharge in itself in something impertinent or improving. The narrator compares the human mind to a magazine, a storehouse. Compare ഓർമ്മയാണ്. The narrator compares the human mind to a magazine, a storehouse, which over a long life accumulates either wisdom or foolishness. What one accumulates will inevitably manifest in speech or behavior, either or nonsense or as valuable insights. ഒരു മനുഷ്യന് എന്താണോ കിട്ടുന്നത് അതാണ് ആ മനുഷ്യന് പുറത്തു കൊടുക്കുന്നത് അല്ലേ? അക്യുമുലേറ്റ്സ് either wisdom or foolishness. ഒരു മനുഷ്യന് എന്താണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് either wisdom or foolishness. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഫൂളിഷ്നെസ് ആവാം. വാട്ട് വൺ അക്യുമുലേറ്റ്സ് will inevitably manifest in speech or behavior. അത് നമുക്ക് എന്ത് ചെയ്യാം? അയാളുടെ സ്പീച്ചിലും ബിഹേവിയറിലും
കാണാം എന്നാണ് പറയുന്നത്. ആര്? നരേറ്റർ. ഐദർ ആസ് നോൺസെൻസ് ഓർ ആസ് വാല്യുബിൾ ഇൻസൈറ്റ്സ്. ഇഫ് ഹി ലേൺസ് ഓർ ഇഫ് ഹി അക്യുമുലേറ്റ്സ് ഫുൾനെസ്, വാട്ട് വിൽ ഗെറ്റ് ഇൻ ഹിസ് ബിഹേവിയർ? എന്താണ് ബിഹേവിയറിന് കിട്ടുക? എന്താണ് ബിഹേവിയറിന് കിട്ടുക? നോൺസെൻസ് ആണോ അതോ വാല്യുബിൾ ഇൻസൈറ്റ്സ് ആണോ? നോൺസെൻസ് അല്ലേ? സോ ആൻഡ് ഇഫ് എ പേഴ്സൺ അക്യുമുലേറ്റ്സ് വിസ്ഡം, വാട്ട് വിൽ ഗെറ്റ്? വാല്യുബിൾ ഇൻസൈറ്റ്സ് നമുക്ക് എന്ത് കിട്ടുക? അയാളുടെ ആ ഒരു പ്രവർത്തനം നമുക്ക് കിട്ടുക. ക്ലിയർ ആണോ ഇത് ലൈന്? ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി 2 സ്ലൈഡ് കൂടെ ബാക്കിയുള്ളൂ നമുക്ക്. ക്ലിയർ അല്ലേ ആ സ്ലൈഡ്? ഡൗട്ട് ഉണ്ടോ? Okay, right. So for which reason, as there is nothing more ridiculous than old trifling storyteller, so there is nothing more venerable than one who has turned his experience to the entertainment and advantage of mankind. Here he is referring, here he is specifically saying that 2 kinds of men. ഞാൻ വന്ന 2 ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. The narrator contrasts 2 types of old men, one who is ridiculous due to incessant trivial storytelling, and another who is admirable for using his life experience to educate and entertain others. He is explaining 2 kinds of people. One who is he is ridiculous. What is ridiculous? Ridiculous എന്താ? What's the meaning of ridiculous? ഒരു പരിഹാസം, അല്ലെങ്കിൽ ഒരു ഒന്നിനും കൊള്ളാത്ത മനുഷ്യനായിട്ടുള്ള ആളായിരിക്കും. ഡ്യൂ ടു ഇൻസിസെൻറ്റ് ട്രിവിയൽ സ്റ്റോറി ടെല്ലിങ്, ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന് തൻ്റെ എല്ലാ സമയം വേസ്റ്റ് ആക്കിയ മനുഷ്യനാണ് ഫസ്റ്റ് പേഴ്സൺ. ആൻഡ് അനദർ വൺ ഹു ഈസ് അഡ്മയറബിൾ. ഹി വാസ് എ വെരി ഗുഡ് മാൻ. വി കൻ അഡ്മയർ ഹിം ഫോർ യൂസിങ് ഹിസ് ലൈഫ് എക്സ്പീരിയൻസ് ടു എഡ്യൂക്കേറ്റ് ആൻഡ് എൻ്റർടൈൻ അതേഴ്സ്. അല്ലേ? താൻ നേടിയ എല്ലാ സംഭവം കൊണ്ട് മറ്റൊരു എന്ത് ചെയ്യാം? എൻ്റർടൈൻ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ്, അല്ലെങ്കിൽ പഠിപ്പിക്കാം. അങ്ങനെ ആ 2 ടൈപ്പ് ആളെന്ന് പറയുന്നത് narrator ഇവിടെ പറയുന്നത്. ഈസ് എക്സ്പ്ലെയിനിങ് 2 kinds of men. In short, we who are in the last stage of life and are apt to indulge ourselves in talk ought to consider if what we speak be worth being heard, and endeavour to make our discourse like that of Nestor, which Homer compares to the flowing of honey for its sweetness. അടുത്ത പറയുന്നത് വെച്ചാൽ narrator advises older individuals to be mindful of the value of their words. നിങ്ങൾ ഈ വയസ്സാൾ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും യു ഹാവ് ടു കെയർ അബൌട്ട് യുവർ വേർഡ്സ്. യു ഷുഡ് കെയർ അബൌട്ട് യുവർ വേർഡ്സ്. ഹീസ് അഡ്വൈസ്ഡ് ഫോർ ഹൂം? ആർക്കുള്ള അഡ്വൈസ് ആൾക്കാർ അഡ്വൈസ് കൊടുക്കുന്നത്? ഫോർ ഹൂം? ഫോർ ദി യങ്ങർ പീപ്പിൾ ഓർ ദ ഓൾഡർ പീപ്പിൾ? ഫോർ ഹൂം? എൽഡർ പീപ്പിളാണ് ഇയാളുടെ അഡ്വൈസ് കൊടുക്കുന്നത്. He holds up Nestor, a wise and eloquent elder in Homer's Iliad. Homer's Iliad പറയുന്ന ഒരു അലൂഷൻ, ഒരു ക്ലാസ് അലൂഷനാണ് നെസ്റ്റർ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് നെസ്റ്റർ? നെസ്റ്റോസ് സ്പീച്ച് വാസ് ലൈക്കൻഡ് ടു ദ ഫ്ലോയിങ് ഓഫ് ഹണി. അയാൾ പറയുന്ന സമ്മൾക്ക് എന്ത് ചെയ്യും? അയാളുടെ വായിൽ നിന്ന് തേൻ ഒഴുകുന്ന പോലെ. അതായത് വേണ്ട കാര്യങ്ങൾ മാത്രമേ അയാൾ പറയുള്ളൂ, ഈ നെസ്റ്റർ പറയുള്ളൂ. ഹി വിൽ സേ ദ പ്രിസൈസ് പോയിൻറ്റ്സ്, അല്ലാണ്ട് ഓവറായിട്ട് പറയില്ല. സോ ഹീ ഈസ് കമ്പയറിങ് Nestors, okay, for its pleasantness and wisdom, serving as a benchmark for meaningful discourse. അല്ലേ? നമ്മൾ എങ്ങനെയായിരിക്കണം മറ്റുള്ളവർ സംസാരിക്കണം എന്ന് പറയാനുള്ളൊരു ആരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഇയാൾ ഒരു എക്സാമ്പിൾ കൊണ്ടുവന്ന ആരാണ്? ഒരു എക്സാമ്പിൾ ഓഫ് ദിസ് നരേറ്റർ നെസ്റ്റർ ആണ് കേട്ടോ. നെസ്റ്റർ ആരുടെ ക്യാരക്ടറാണ്? ഹോമറിൻ്റെ ഇലിയഡിലെ ക്യാരക്ടറാണ് നെസ്റ്റർ പറയുന്നത് കേട്ടോ. I am afraid I shall be thought guilty of this excess I am speaking of, when I cannot conclude without observing that Milton certainly thought of his passage in Homer when in his description of an eloquent spirit he says his tongue dropped manna. കഴിഞ്ഞു. എന്താണ്? The narrator humorously acknowledges that he might be indulging in excessive talk himself. ഞാനും എന്താണ് അങ്ങനത്തെ ആൾ തന്നെയാണ്. I will always talk excessively by myself. As he concludes with a reference to John Milton, he says that Milton's description of an eloquent spirit, his tongue dropped. Milton പറയുന്നുണ്ട് his tongue dropped manna in Paradise Lost. Paradise Lost എന്ന വർക്കിൽ പറഞ്ഞൊരു വേർഡ് ഉണ്ടോ? his tongue dropped manna എന്ന് പറഞ്ഞൊരു വേർഡ് പറയുന്നുണ്ട്. What is the meaning of that word? Inspired by Homer's description of Nestor. സോ മിൽട്ടൺ ആര് ഇൻസ്പയർ ചെയ്താണ് ഈ വേർഡ്? ഹോമർ ഇൻസ്പയർ ചെയ്ത വേർഡാണ് ഹിസ് ടങ് ഡ്രോപ്പ്ഡ് മന്നുള്ള വേർഡ്. ഇൻ വിച്ച് വർക്ക്? പാരഡൈസ് ലോസ്റ്റ് വരുന്ന വർക്ക് ഒരു വേർഡാണ് സംഭവം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദറ്റ് വേർഡ്? വാട്ട് ഇസ് ദ മീനിങ്? സജസ്റ്റ് ദാറ്റ് ദ പേഴ്സൺസ് വേർഡ്സ് വെർ എക്സെപ്ഷണലി വൈസ്,
kind or uplifting, providing spiritual or intellectual nourishment to those who heard them. എന്ത് ചെയ്യണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എക്സ്പെഷ്യലി വൈസ് ആയിരിക്കണം ആൻഡ് കൈൻഡ് ആയിരിക്കണം, ഒരു അപ്ലിഫ്റ്റിംഗ് ആയിരിക്കണം. അല്ലാണ്ട് വെറുതെ നമ്മൾ ഈ വർഷത്തെ വിളിച്ച് പറയാൻ പാടില്ല. അതാണ് ഈ വേർഡിൻ്റെ ഒരു മീനിങ് കേട്ടോ. ആൻഡ് പ്രൊവൈഡിങ് സ്പിരിച്വൽ ഓർ ഇൻ്റലക്ച്വൽ നറിഷ്മെൻറ്റ് ടു ദോസ് ഹു ഹേർഡ് ദം. ഇത് കേൾക്കുന്ന ആൾക്ക് എന്തായിരിക്കണം, ഇത് എന്തെങ്കിലും ഒരു ഉപയോഗം ഇതുകൊണ്ട് പോകണം. അതായത് വെറുതെ വായിച്ച് വിളിച്ച് പറയുന്നതല്ല എന്ത് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് വാസ് ദി ലാസ്റ്റ് ലൈൻ ഓഫ് അവർ ലെസൺ ദ ട്രംപറ്റ് ക്ലബ്. ക്ലിയർ ആണ് എല്ലാവർക്കും? ഈ പോർഷൻ ക്ലിയർ ആണോ? ഈ ഒരു ലെസൺ, ഈ ഒരു വർക്ക് മൊത്തം ക്ലിയർ ആയ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലാതെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകിച്ച്